അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നഹ്മദുല്ലാഹ വനസ്തഈനുഹു വനുസല്ലി അലാ ഹബീബിഹിൽ മുസ്തഫ വആലിഹി വഅസ്ഹാബിഹി ശുറഫാ അമ്മാ ബഅദ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد جاءكم من الله نور وكتاب مبين يهدي به الله من اتبع رضوانه سبل السلام ويخرجهم من الظلمات إلى النور ويهديهم إلى صراط مستقيم. സദഖല്ലാഹു മൗലാനൽ അലിയുൽ അലീം. വളരെ ബഹുമാന്യരായ ഹാഫിൾ ഇല്യാസ് തങ്ങൾ, രാമനാട്ടുകര അബുഹാജി, പ്രിയങ്കരനായ മജീദ് ക അടക്കമുള്ള, അതേപോലെ ഈ വേദിയിലും സദസ്സിലുമെല്ലാം സന്നിഹിതരായ സാദാത്യങ്ങളെ, ഉസ്താദുമാരെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, സഹോദരിമാരെ, മഹാരഥരായ ശൈഖ് തങ്ങളുടെ ചാരത്ത് അദ്ദേഹത്തിൻ്റെ എല്ലാം ജീവിത സന്ദേശം നേരത്തെ ഇവിടെ തങ്ങൾ സൂചിപ്പിച്ചതുപോലെ ദീനിൻ്റെ ദഅവത്തായിരുന്നു. ജീവിതം കൊണ്ടും അധ്യാപനങ്ങൾ കൊണ്ടുമുള്ള പരിശുദ്ധ ഇസ്ലാമിലേക്കുള്ള ക്ഷണം. അതുകൊണ്ട് തന്നെ അവരെയൊക്കെ അനുസ്മരിക്കുന്ന അവരുടെ ആണ്ടറുതികളും ഉറൂസുകളുമെല്ലാം ആചരിക്കപ്പെടുന്ന സന്ദർഭങ്ങളിൽ അത്തരം നല്ല കാര്യങ്ങളുടെ ആവർത്തനം, പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള ചർച്ചകളും ആലോചനകളുമെല്ലാം നാം നടത്തുന്നതിന് ഒറ്റൊരു ഉദ്ദേശമേ ഉള്ളൂ: അവരുടെ തബറുക്കും മദതുമെല്ലാം ഈ മേഖലയിൽ നമുക്കെന്നും ഉണ്ടാകാനുള്ള, തൗഫീഖ് ഉണ്ടാവാനുള്ള ഒരു കാരണമായി അള്ളാഹു ഇതിനെയെല്ലാം സ്വീകരിക്കണമെന്നുള്ള ആഗ്രഹം. അള്ളാഹു ദുനിയാവിലും നമ്മുടെ മരണത്തിൻ്റെ വേളയിലും മരണാനന്തരവുമെല്ലാം നമ്മെ ഏവരെയും നാമുമായി ബന്ധപ്പെട്ടവരെയുമെല്ലാം ഇത്തരം മഹാത്മാക്കളുടെ കൂടെ അള്ളാഹു ആക്കി തരട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. മതനിരാസത്തെ സംബന്ധിച്ചൊന്നും അധികം ആഴത്തിൽ അല്ലെങ്കിൽ ഗൗരവത്തിൽ പറയേണ്ട ഒരു വേദിയോ സന്ദർഭമോ അല്ല ഇത് എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. എന്തുകൊണ്ട് നാം കൂടുതൽ പരിശുദ്ധ ഇസ്ലാമിനെയും വിശുദ്ധ ഖുർആനിനെയും തിരുഹദീസിനെയും എല്ലാം മുറുകെ പിടിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടുകൂടെ, പൂർവോപരി ശക്തമായ വിശ്വാസദാർഢ്യതയോടുകൂടെ ജീവിക്കണം, അല്ലെങ്കിൽ ജീവിക്കുന്നതിൻ്റെ ന്യായം എന്താണ് എന്ന് ആലോചിക്കുകയാണ് നമ്മൾ കുറച്ച് സമയം. അതുതന്നെയാണ് മതനിരാസവും അല്ലെങ്കിൽ വിശ്വാസ നിരാസവും ഒക്കെ ശരിയല്ല എന്നുള്ളതിൻ്റെ തെളിവുകളായി മാറുന്നതും. വിശ്വാസം ശരിയാണെങ്കിൽ അവിശ്വാസം സ്വാഭാവികമായി ശരിയാവരുതല്ലോ. വിശുദ്ധ ഖുർആനും ഹദീസുമാണ് അടിസ്ഥാനപരമായി മറ്റെല്ലാ നമ്മുടെ പ്രമാണങ്ങളുടെയും സ്രോതസ്സുകളായി വർത്തിക്കുന്നത് നമുക്കറിയാം.
ഇസ്ലാമിനെയും ഖുർആനെയും നശിപ്പിക്കാനും അതിൻ്റെ സത്യസന്ധതയെ ആധികാരികതയെ ഇല്ലായ്മ ചെയ്യുവാനുമൊക്കെ അന്നും ഇന്നും എന്നും ശ്രമങ്ങളുണ്ട്, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ലളിതമായി ഈ വിശുദ്ധ ഖുർആനെയൊക്കെ തകർക്കാൻ അവർക്ക് കഴിയുമായിരുന്നു. ഖുർആനെ നശിപ്പിക്കാൻ ഒരുങ്ങി തയ്യാറായവരുടെ കൈകളിൽ ഈ വിശുദ്ധ ഖുർആനെയും ഈ വിശുദ്ധ വിശ്വാസത്തെയും ക്ഷയിപ്പിക്കാനും നശിപ്പിക്കുവാനുമുള്ള എല്ലാ സാഹചര്യങ്ങളും ബുദ്ധിപരമായ അനുകൂല ഘടകങ്ങളും അള്ളാഹു പലതവണ നൽകിയതാണ്. പക്ഷെ അതവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഖുർആനിൻ്റെ ഒരു അമാനുഷികത അല്ലെങ്കിൽ അത്ഭുതം വളരെ ലളിതമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇപ്പോൾ സൂറത്തുൽ മസദ് ചെറിയ സൂറത്താണ്, നമ്മളൊക്കെ എന്നും പാരായണം ചെയ്യാറുള്ള തബ്ബത്ത് യദാ അബീ ലഹബിൻ വതബ്ബ് മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബ് വംറഅതുഹു ഹമ്മാലത്തൽ ഹതബ് ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. ആ അധ്യായത്തിൽ എന്താണ് വാസ്തവത്തിൽ പറയുന്നത്? തബ്ബത്ത് യദാ അബീ ലഹബിൻ, അബൂലഹബിൻ്റെ രണ്ട് കരങ്ങളും നശിച്ചു പോയിരിക്കുന്നു. വതബ്ബ് നശിച്ചു പോയിരിക്കുന്നു. മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ്, അബൂലഹബിന് അദ്ദേഹത്തിൻ്റെ സമ്പത്തോ അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗങ്ങളോ അധ്വാനങ്ങളോ ഫലവത്തായില്ല. സയസ്ലാ നാറൻ ദാത ലഹബ്, ആളിപ്പാളുന്ന തീ അദ്ദേഹം രുചിക്കാൻ പോവുകയാണ്. വംറഅതുഹു ഹമ്മാലത്തൽ ഹതബ്, അബൂലഹബിൻ്റെ പത്നിയും ആ വിറക് ചുമക്കുന്ന പത്നിയും അവരുടെ കാര്യവും കഷ്ടം തന്നെയാണ്. ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്, അവരുടെ കഴുത്തിൽ തീ കൊണ്ടുള്ള ഒരു മാല വരാൻ പോവുകയാണ്. ഇത്രയും കാര്യമാണ് പ്രത്യക്ഷത്തിൽ സൂറത്തുൽ മസദിലുള്ളത്. ഇതിലെന്താണ് ഇത്ര വലിയ അത്ഭുതം എന്ന് ഒരുപക്ഷെ നമുക്ക് തോന്നും. അതിൽ ഇത്ര അത്ഭുതമുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ അതിൽ ആലോചിക്കുന്ന ഒരു അത്ഭുത തലം വിശുദ്ധ ഖുർആൻ ശരിയല്ല, ഇത് അന്ത്യപ്രവാചകത്വം ചമയുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ പറയുകയാണ് എന്നാണല്ലോ അന്ന് അവർ പറഞ്ഞതും ആ വഴി സ്വീകരിച്ചുകൊണ്ട് ഇന്ന് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. അങ്ങനെയാണെങ്കിൽ ഈ അബൂലഹബിനും പത്നിക്കും ഒരു 2 മിനിറ്റ് കൊണ്ട് ഈ വിശുദ്ധ ഖുർആൻ തകർത്തെറിയാമായിരുന്നു. ഇങ്ങനെ ഒരു അധ്യായം അവതീർണമായ കാര്യം അബൂലഹബിന് അറിയാം, അബൂലഹബിന്റെ പത്നിക്കും അറിയാം. കാരണം അവരെല്ലാം ഇത് ലൈവായി അനുഭവിക്കുന്ന ആളുകളാണ്. അബൂലഹബ് പ്രവാചകന്റെ വീട്ടുകാരനാണ്, കുടുംബക്കാരനാണ്, രക്തബന്ധുവാണ്. അയൽക്കാരനോ സംബന്ധക്കാരനോ അല്ല, രക്തബന്ധുവാണ്. അവതീർണമാകുന്ന ആയത്തുകൾ ഏതൊക്കെയാണെന്നും അതിൽ പറയുന്നത് എന്തൊക്കെയാണെന്നും കൃത്യമായി അറിയുന്നയാളാണ് ഈ അബൂലഹബ്. ഒരു വേള അവരെത്ര വലിയ ബുദ്ധിമാന്മാരാണ്, ലോകപരിചയമുള്ള ആളുകളാണ്. ഇവർക്ക് യോഗം ചേരാൻ ഓഫീസൊക്കെ ഉണ്ട്. ദാറുൻ നദ്വയിൽ അവർ ഇസ്ലാമിനെയും ഖുർആനെയും പ്രവാചകനെയും തകർക്കാനുള്ള ഗൂഢാലോചനകൾ ആലോചിച്ചുകൊണ്ട് പലപ്പോഴും യോഗം ചേരാറുണ്ടായിരുന്നു. അവരുടെ ഗൂഢാലോചനക്ക് ശക്തി പകരാൻ പലപ്പോഴും പിശാച് പോലും അതിൽ ഭാഗവാക്കായിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് അറിയാം, ഹദീസുകളിലുണ്ട്. ആ ഇടയിൽ ഈ അധ്യായത്തെ സംബന്ധിച്ച് അബൂലഹബും പത്നിയും അല്ലെങ്കിൽ അബൂലഹബിന്റെ ഉപദേഷ്ടാക്കളും സുഹൃത്തുക്കളും ആരെങ്കിലും പറഞ്ഞു വന്നിരിക്കട്ടെ, അല്ലെങ്കിൽ സൂചിപ്പിച്ചു വന്നിരിക്കട്ടെ, അല്ല അബൂലഹബേ, തന്നെ കുറിച്ചല്ലേ ഇങ്ങനെ മുഹമ്മദിന്റെ ഖുർആനിൽ വന്നിരിക്കുന്നത്. എങ്ങനെ? നീയും നശിക്കും, നിന്റെ ഭാര്യയും നശിക്കും.
എന്ന് പറഞ്ഞാൽ നീയും മുസ്ലിമാകാൻ പോകുന്നില്ല, നിന്റെ ഭാര്യയും മുസ്ലിമാകാൻ പോകുന്നില്ല എന്നല്ല ഈ ഖുർആനിലുള്ളത്. ഒരു കാര്യം ചെയ്യാം, നാളെ രാവിലെ നീയും നിന്റെ ഭാര്യയും ചെന്നുകൊണ്ട് മുഹമ്മദിനെ കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പ്രവാചകരോട് മുഹമ്മദിനോട് പറ, താങ്കൾക്ക് അവതീർണമായ ഖുർആനിൽ ഞാനും ഭാര്യയും വിശ്വസിക്കില്ല എന്നല്ല ഇന്നലെ ഇറങ്ങിയത്, അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? അതെ, എന്നാൽ കേട്ടോളൂ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്നക റസൂലുള്ളാഹ് എന്നെങ്ങാനും അബൂലഹബോ പത്നിയോ പറഞ്ഞിരുന്നുവെങ്കിൽ ഈ അധ്യായം പ്രവാചകൻ എവിടെ കൊണ്ടുപോയി ഒളിപ്പിക്കുമായിരുന്നു. അത്രയുള്ളൂ കാര്യം. അബൂലഹബ് ജീവിച്ചിരിക്കയാണ്, പത്നിയും ജീവിച്ചിരിക്കയാണ്. ഖുർആനിൽ ആയത്ത് വരുന്നത്, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബ് വംറഅതുഹു ഹമ്മാലത്തുൽ ഹതബ് ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. വളരെ കൃത്യം, 5 സെക്കൻഡിന്റെ പണി പോലും ഇല്ല വാസ്തവത്തിൽ ഇസ്ലാം തകർക്കാൻ. നിങ്ങൾക്കത് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. നീയും നിന്റെ ഭാര്യയും ഗുണം പിടിക്കില്ല, വിശ്വാസിയാവില്ല, നശിച്ചു പോകും എന്ന ഖുർആന്റെ പ്രവചനം, പ്രവാചകന്റെ പ്രവചനം ശരിയല്ലെന്ന് സ്വഹാബികളെ ബോധ്യപ്പെടുത്താൻ, ഏറ്റവും മിനിമം സ്വഹാബികളുടെ ഈമാനെയെങ്കിലും ദുർബലമാക്കാൻ 2 സെക്കൻഡ് കൊണ്ട് അബൂലഹബിന് കഴിയുമായിരുന്നു, പത്നിക്കും കഴിയുമായിരുന്നു. അബൂലഹബും പത്നിയും മരിക്കുന്നത് വരെ ഈ ആയത്ത് ഖുർആനിലുണ്ട് താനും. അബൂലഹബിന് തോന്നിയില്ല അങ്ങനെ ഒരു ഐഡിയ, പത്നിക്ക് തോന്നിയില്ല. എല്ലാ ഗൂഢാലോചനയും നെയ്യുന്ന അംറുബിന് ഹിഷാമിന് തോന്നിയില്ല, ഉത്ബക്ക് തോന്നിയില്ല, ഷൈബക്ക് തോന്നിയില്ല, വലീദിന് തോന്നിയില്ല, മുഗീറക്ക് തോന്നിയില്ല. ഇവരൊക്കെ ആരാ? ഖുർആനിൽ അങ്ങനെ ഒരുപാട് ആയത്തുകളുണ്ട്. 5 മിനിറ്റ് കൊണ്ട് ഖുർആൻ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ് എന്താ പൊളിച്ച് കയ്യിൽ കൊടുക്കാൻ പറ്റുന്ന കോണ്ടക്സ്റ്റുകൾ ഒരുപാടുണ്ടായി. പക്ഷെ ആ ഐഡിയ നിഷേധികൾക്ക് തോന്നിയില്ല. കാരണം മുഖല്ലിബുൽ ഖുലൂബ് അല്ലാഹുവാണ്. അല്ലാഹു തോന്നിച്ചാലേ തോന്നൂ. വേറെ രംഗം നോക്കൂ, സയഖൂലു സുഫഹാഉ മിനൻ നാസി മാ വല്ലാഹും അൻ ഖിബ്ലതിഹിം അല്ലതി കാനൂ അലൈഹാ ഖുൽ ലില്ലാഹിൽ മശ്രിഖ് വൽ മഗ്രിബ്. ആദ്യകാലത്ത് ഇസ്ലാമിൻ്റെ ഖിബില ബൈത്തുൽ മുഖദ്ദസിലേക്കായിരുന്നു. ഞാൻ കുറേ നേരം പ്രസംഗിക്കുകയല്ല, കുറച്ച് സംഗതികൾ പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് 1 മണിക്കൂർ 3/4 മണിക്കൂർ ഇൻഷാ അല്ലാഹ്. ആദ്യകാലത്ത് ഇസ്ലാമിൻ്റെ ഖിബില ബൈത്തുൽ മുഖദ്ദസിലേക്കായിരുന്നു. സ്വാഭാവികമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിൽ വിഷമമുണ്ടായി, മുഹാജിരീങ്ങൾക്കും വിഷമമുണ്ടായി. കാരണം ഇവിടെ മക്കയിലെ കഅബയും വിട്ടിട്ടാണ് മദീനയിൽ പോയി നോക്കുമ്പോൾ ഖിബില ഇസ്രായേലിലേക്ക്. അറബികൾ പൊതുവെ ഇന്നും അന്നും കടുത്ത പ്രാദേശികവാദികൾ കൂടിയായിരിക്കും. മാനുഷിക വികാരങ്ങൾ തന്നെയാണ്, ഈമാൻ ഉണ്ടായാലും ഇല്ലെങ്കിലും. അപ്പോൾ അവർക്ക് മക്കയിൽ നിന്ന് ജെറുസലേമിലേക്ക് ഖിബില തിരിയുന്നതിനോട് അത്ര വലിയ താല്പര്യം തോന്നിയില്ല. മുഹാജിറുകൾ അവരുടെ വിമ്മിഷ്ടം മറച്ചു വെച്ചുമില്ല. മക്കയിൽ നിന്ന് പോയവർ റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഇത് ശരിയാവില്ല, നമുക്ക് മക്കയിലേക്ക് തന്നെ തിരിയണം. അള്ളാഹിനോട് ദുആ ചെയ്തു. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിപ്പ് കിട്ടി, സ്വല്പം താമസിയാതെ തന്നെ ഖിബിലയെ മക്കയിലേക്ക് മാറ്റും, കാത്തിരിക്കൂ, അധികം വൈകില്ല. ഈ അറിയിപ്പ് പ്രവാചക തിരുമേനിക്ക് ലഭിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമ്പോൾ ആകാശത്തേക്ക് നോക്കിയിരുന്നു എന്നാണ്. ജിബ്രീൽ വരുന്നുണ്ടോ ഖിബില മാറ്റം അറിയിക്കുന്ന ആയത്തുമായി. പക്ഷേ ഖുർആൻ അവിടെ വളരെ ശ്രദ്ധേയമായൊരു പ്രവചനം നടത്തുകയാണ്. അതാണ് നമ്മുടെ വിഷയം. എന്താ പ്രവചനം? അവിടെയുള്ള ആ രംഗം നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. മക്കയിലേക്ക് തന്നെ ഖിബില മാറ്റണമെന്ന് കരുതുന്ന ആഗ്രഹിക്കുന്ന മുഹാജിറുകളും മക്കയിലേക്ക് ഇതാ മാറ്റാൻ പോകുന്നു എന്ന് അറിയിപ്പ് കിട്ടിയ പ്രവാചകനും ഈ വാർത്ത കേട്ട് അന്താളിച്ച് നിൽക്കുന്ന മക്കയിലെ ഖുറൈശികളും നിഷേധികൾ പറയാൻ തുടങ്ങി,
അറിഞ്ഞോ കാര്യം? നമുക്ക് ആയത്തിലേക്ക് വരാം. അവരിങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തി. എന്താ ക്യാമ്പയിൻ? മക്കയിലേക്ക് തന്നെ കിബില മാറ്റുന്നു അത്രേ മുഹമ്മദിനും സംഘത്തിനും. പുതിയൊരു ആയത്ത് ഇപ്പൊ തീരുമാനം, നിയമം ഇപ്പൊ ഉണ്ടാകാൻ പോവുകയാണ്. അതുകൊണ്ട് മക്കയിലെ നിഷേധികളുടെ നേതാക്കൾ അവിടെയുള്ള സാധാരണക്കാരോട് പറഞ്ഞു, ഇതൊരു തന്ത്രമാണ്, നിങ്ങളാരും ഇതിൽ വീഴാൻ പാടില്ല. മദീനയിലെ യഹൂദികളെ ഇസ്ലാമിലേക്ക് കിട്ടാൻ ആദ്യം മുഹമ്മദ് പയറ്റിയ രാഷ്ട്രീയ തന്ത്രമാണ് ജെറുസലേമിലേക്ക് തിരിയൽ. അത്യാവശ്യം ചാഞ്ഞു നിൽക്കുന്ന യഹൂദികളൊക്കെ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ഇപ്പൊ ഇതാ നമ്മളെ പ്രീണിപ്പിക്കാൻ വേണ്ടി, മക്കക്കാരെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഇതൊരു പുതിയ തന്ത്രമാണ്, അവരിങ്ങോട്ട് തിരിയുന്നുണ്ട്, ഇതൊരു സൂത്രമാണ്, തന്ത്രമാണ്, ആരും ഇതിൽ വീഴാൻ പാടില്ല. ഇതാണ് ഖുർആൻ പറയുന്നത്. മക്കയിലെ പൊതുസമൂഹത്തിൽ നിന്നുള്ള വിഡ്ഢികൾ പറഞ്ഞ് പ്രചരിപ്പിക്കും. എന്താണ് അവർ പറഞ്ഞ് പ്രചരിപ്പിക്കുക? മാ വല്ലാഹും, എന്താണ് മുഹമ്മദിനെയും സംഘത്തെയും തിരിച്ചു കളഞ്ഞത്? എന്താണ് പ്രേരണ? രാഷ്ട്രീയ പ്രേരണയാണ്, മക്കക്കാരെ വോട്ട് കിട്ടാനുള്ള തന്ത്രമാണത് എന്നവരെ പ്രചരിപ്പിക്കും. മാ വല്ലാഹും, അവരെ എന്തൊന്നാണ് തിരിച്ചു കളഞ്ഞത്? അൻ ഖിബിലതിഹിമുല്ലതി കാനൂ അലൈഹാ, ഇത്രകാലം നിന്ന് തിരിഞ്ഞു നിസ്കരിച്ചിരുന്ന ഖിബിലയിൽ നിന്നും, ബൈത്തുൽ മഖ്ദിസിൽ നിന്നും, അല്ലെങ്കിൽ മസ്ജിദുൽ അഖ്സയിൽ നിന്നും അവരെ കഅബയിലേക്ക് ദിശാമാറ്റം, ഖിബിലയുടെ മാറ്റം വരുത്താൻ അവരെ പ്രേരിപ്പിച്ച കാര്യം എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് മക്കയിൽ നിഷേധികൾ, വിഡ്ഢികളായ ജനത ഒരു രാഷ്ട്രീയ ക്യാമ്പയിൻ നടത്തും എന്ന് വിശുദ്ധ ഖുർആന്റെ പ്രവചനം. റസൂലുള്ളാഹിനോട് പറഞ്ഞു, അവരോട് പറയുക, കുല്ലില്ലാഹിൽ മശ്രിഖ് വൽ മഗ്രിബ്, എങ്ങോട്ട് തിരിഞ്ഞാലും കിഴക്കും പടിഞ്ഞാറും അല്ലാഹുവിന്റെ തന്നെയാണ്. ഇത് വേറെ നിയമം. പക്ഷെ നോക്കൂ, നമ്മുടെ വിഷയത്തിലേക്ക് വന്നാൽ ഈ ആയത്തും മക്കയിലെ നിഷേധികൾക്കറിയാം. അവർക്ക് ഓഫീസുണ്ട്, നമ്മളത് നേരത്തെ പറഞ്ഞു. അവർ കൂടി ഇങ്ങനൊരു തീരുമാനം എടുത്തൊന്ന് കുട്ടിക്കാം. ഈ അടുത്ത് തന്നെ കിബില മക്കയിലേക്ക് വരും. മക്കയിലേക്ക് കിബിലയായാൽ നമ്മളെല്ലാം അത് ചർച്ച ചെയ്യും. ഏറ്റവും മിനിമം ലെവൽ നമ്മളെല്ലാം അത് ഒരു ചർച്ചാ വിഷയമാക്കും, അതൊരു വിവാദ വിഷയമാക്കും എന്നാണ് മുഹമ്മദിന്റെ ഖുർആനിലുള്ളത്. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, ഖിബില മാറ്റമുണ്ടായാൽ മുസ്ലിമീങ്ങളായി അവരുടെ പാടായി നമ്മൾ കാമാമിണ്ടണ്ട എന്നൊരു തീരുമാനം അവർ എടുത്തിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു ആ ആയത്തിന്റെ അവസ്ഥ? ഖിബില മക്കയിലേക്കോ, ജെറുസലേമിലേക്കോ, മദീനയിലേക്കോ, ആകാശത്തേക്കോ, ഏഴാം ഭൂമിന്റെ അടിയിലേക്കോ, എങ്ങോട്ടെന്ന് വെച്ചാൽ മുഹമ്മദും സംഘവും തിരിഞ്ഞോട്ടെ. നമ്മളതിന് എന്തിന് ചർച്ചയാക്കണം? നമ്മൾ അതേക്കുറിച്ച് കാമമിണ്ടണ്ട, അറിഞ്ഞത് നടിക്കണ്ട, ഒന്നും നമ്മളത് വിവാദമാക്കണ്ട, സപ്പോർട്ടും ചെയ്യണ്ട, എതിർക്കുകയും വേണ്ട. അവരായി അവരെ പാടായി. ഇങ്ങനെ അബൂജഹലും സംഘവും അബൂ സുഫിയാനും സംഘവും തീരുമാനമെടുത്തിരുന്നുവെങ്കിൽ ഈ ആയത്തിനെ കുറിച്ച് സഹാബികൾ ചോദിക്കൂലേ? എന്താ ചോദിക്കുക? നബിയെ, എന്തേ ഈ ഖുർആനിൽ വന്നത്? സയഖൂലു സുഫഹാഉ മാ വല്ലാഹും അൻ ഖിബ്ലതിഹിമുല്ലതി കാനൂ അലൈഹാ എന്ന് പറഞ്ഞവർ വിവാദം ഉണ്ടാക്കും എന്ന് നിങ്ങളുടെ ഖുർആനിൽ നിങ്ങൾ ഓതി തന്നില്ലേ ഇന്നലെ, കഴിഞ്ഞ ആഴ്ച, കഴിഞ്ഞ മാസം? എന്നിട്ട് ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. റസൂലുള്ളാഹി എന്ത് ചെയ്യുമായിരുന്നു? ഇങ്ങനെ വരുന്ന പതിറ്റിക്കണക്കിന് ആയത്തുകൾ ഖുർആനിൽ കാണാം. എന്ന് പറഞ്ഞാൽ ഈ ഖുർആൻ പറയുന്നത് ശരിയല്ല എന്ന് വരുത്താൻ അന്ത്യനാളോളം അല്ലെങ്കിൽ ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വരുന്ന അവസ്ഥയില്ലാത്ത വിധം ലൈവായി കൊത്തൊന്ന് കഷ്ണം രണ്ട് എന്ന് പറയൂലേ, അതേപോലെ കൊത്തൊന്ന് കഷ്ണം രണ്ടായി അവർക്ക് ഖുർആൻ ശരിയല്ല എന്ന് തെളിയിക്കാൻ ഒട്ടനേകം സന്ദർഭങ്ങൾ അള്ളാഹു അവരുടെ കയ്യിൽ വെച്ച് കൊടുത്തു.
അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയൊരു തികവ് അതാണ്. ഭയന്നിട്ട് ആയുധം കയ്യിൽ കൊടുക്കാതിരിക്കുകയല്ല, നിങ്ങളുടെ കയ്യിൽ ഇതാ ആയുധം. എത്ര എത്ര നിന്ദ്യമായിട്ടാണ് മക്കയിലെ നിഷേധികൾ അവിടെ അപഹാസ്യരായത്. ഖുർആൻ ശരിയാണെന്ന് അവർ തന്നെ വരുത്തുകയാണ്. കാരണം സഹാബികൾക്ക് എന്ത് തോന്നും, കിബില തിരിഞ്ഞാൽ, കിബില മാറ്റിയാൽ ഇവർ വിവാദമുണ്ടാക്കുമെന്നാണ് പ്രവാചകൻ ഓതിത്തന്നത്. അതുപോലെ ഇതാ വിവാദമുണ്ടാക്കുന്നു. ഇതാർക്ക് പറയാൻ കഴിയും? അള്ളാഹുവിൻ്റെ വഹി കിട്ടാതെ എങ്ങനെയാണ് പ്രവാചകൻ ഇത് പറയാൻ കഴിഞ്ഞത് എന്ന് സ്വഹാബികൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകുന്ന തരത്തിൽ സ്വഹാബികളുടെ മുഅ്മിനീങ്ങളുടെ ഈമാൻ വർദ്ധിക്കാൻ കാരണമാകുമാറ് നിഷേധികൾ തന്നെ അത് ഏറ്റവും വലിയ വിവാദ വിഷയമാക്കുകയാണ്. സഹാബികൾക്ക് ഖുറൈശികൾ വക ഈമാൻ ബൂസ്റ്റിംഗ്. ഖുർആൻ ശരിയാണെന്നാണ് നമ്മൾ പറയുന്നത്. വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഒട്ടനേകം കാര്യങ്ങൾ. ഇവിടെയുള്ള നമ്മുടെ വിഷയം അതാണല്ലോ. ഈ ഖുർആൻ വിമർശകർ, മതവിമർശകർ, അതിൻ്റെ കൂടെ വരുന്ന വേറൊരു വിഭാഗം കൂടിയുണ്ട് ഇപ്പോൾ സജീവമായി. ഖുർആൻ ശരിയാണ്, പക്ഷേ ഖുർആൻ മാത്രമല്ല ശരി, എല്ലാ വേദങ്ങളും ശരിയാണ്. അതാണ് എനിക്ക് തോന്നുന്നു ഒന്നുകൂടി ഇപ്പോൾ കൂടുതൽ ലൈവായി നിൽക്കുന്ന ഒരു ആർഗ്യുമെൻ്റ്. ഖുർആൻ ശരിയാണ്, ആർക്കാ സംശയം? പക്ഷെ ഖുർആൻ പോലെ ഖുർആൻ അല്ലാത്ത വേദങ്ങളും ധാരാളമുണ്ടല്ലോ. അത് മറ്റു മതവിശ്വാസികളുടെ വേദങ്ങളാണെങ്കിൽ അതും ശരിയാണ്. ഇനി ഖുർആന് മുമ്പ് അവതീർണമായ തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ അതേതായാലും ശരിയാണ്. അതിൻ്റെ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായ പുതിയ നിയമവും പഴയ നിയമവും, സങ്കീർത്തന പുസ്തകവും ഉൽപ്പത്തി പുസ്തകവും നിയമപുസ്തകവും അതൊക്കെ ശരിയാണ്. മുൻകാലത്തെ വേദങ്ങൾ ശരിയാണ്. ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടു പോകാൻ ഖുർആൻ തന്നെ വിശ്വസിക്കണമെന്നില്ല. ഈ പറയുന്ന സർവവേദങ്ങൾ വിശ്വസിച്ചാലും സർവവേദങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിച്ചാലും രക്ഷപ്പെടാൻ കഴിയും. ഈ ഒരു ശക്തമായ ഒരു ആർഗ്യുമെൻ്റ് അല്ലെങ്കിൽ ഒരു നിരീക്ഷണം അത് കോഴിക്കോടങ്ങാടിയിൽ പോലും വളരെ സജീവമാണ്. അവർക്കും അതിനായത്തുണ്ട്. ഭഗവത്ഗീത അനുസരിച്ചുകൊണ്ടും ഉപനിഷത്തുകൾ അനുസരിച്ചുകൊണ്ടും ബൈബിൾ അനുസരിച്ചുകൊണ്ടും ജീവിക്കുകയാണെങ്കിൽ അതും ഖുർആനികം തന്നെയാണ്. ആ മനുഷ്യരും മുഅ്മിനീങ്ങളാണ്. അല്ലെങ്കിൽ അവരെ കൂടി അംഗീകരിക്കുമ്പോഴേ നമ്മുടെ ഈമാൻ പൂർണ്ണമാകൂ. ഇതൊക്കെ ഇവിടെ ഇന്ന് വളരെ ലൈവായി നടക്കുന്ന നൂറുകണക്കിന്, ഏറ്റവും ചുരുങ്ങിയത് പതിറ്റിക്കണക്കിന് ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും കൂടെ നിൽക്കുന്ന മുസ്ലിം നാമധാരികൾ പ്രചരിപ്പിക്കുന്ന വാദങ്ങളാണ്. അവർ മിസ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ദുർവ്യാഖ്യാനിക്കുന്ന ഖുർആന്റെ വചനം ഏതാണ്? ഇന്നല്ലദീന ആമനൂ വല്ലദീന ഹാദൂ വസ്സാബിഊന വന്നസ്വാറാ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅമില സ്വാലിഹാ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. തങ്ങൾ ഉദ്ഘാടനത്തിൽ ഓതിയ ആയത്തിൻ്റെ മറ്റൊരു ഭാഗം. എന്തേ ആ ആയത്തിന് അർത്ഥം വെക്കുന്നത്? ഇന്നല്ലദീന ആമനൂ, സത്യവിശ്വാസികളായ നമ്മളും, വല്ലദീന ഹാദൂ, ജൂതമതക്കാരും യഹൂദരും, വസ്സാബിഊന, പൂർവ്വവേദക്കാരായ സൗരാഷ്ട്ര മതക്കാരും, അഗ്നി ആരാധിക്കുന്ന ആളുകളും, അത് വിശാലമാക്കി ഹൈന്ദവ സമൂഹവും, അല്ലെങ്കിൽ ദഹരീയങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രകൃതിവാദികൾ, അപ്പൊ സ്വതന്ത്രചിന്തകരും നാസ്തികരൊക്കെ അതിൽപ്പെട്ടു. ഇങ്ങനെ ആരാണെങ്കിലും കുഴപ്പമില്ല, വിശാലമായൊരു വായനയാണ്. വന്നസ്വാറ, ക്രൈസ്തവരും, ഇങ്ങനെ ആരായാലും പ്രശ്നമില്ല. പരലോകത്തിൽ രക്ഷപ്പെടണമെങ്കിൽ ഇത്രേ വേണ്ടൂ: മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅമില സ്വാലിഹാ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എല്ലാവരും രക്ഷപ്പെട്ടില്ലേ?
എത്ര മനോഹരമായൊരു വാദമാണത്. ഇങ്ങനെ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിലും മൻ ആമന ബില്ലാഹ്, ഈ പ്രപഞ്ചത്തിന് എല്ലാ ഈശ്വരന്മാരുടെയും മുകളിൽ ഒരു സർവേശ്വരനുണ്ടെന്ന് ആരെങ്കിലും വിശ്വസിക്കുകയും വല്യൗമിൽ ആഖിർ, ഈ പ്രപഞ്ചം എന്നെങ്കിലും ഒരു നാൾ തീരും എന്ന് വിശ്വസിക്കുകയും വഅമില സ്വാലിഹൻ, വിചിത്രമായ വ്യാഖ്യാനമാണ്. അതത് രാജ്യങ്ങളുടെ പ്രദേശത്തിൻ്റെ ഭരണഘടന അനുസരിച്ചുകൊണ്ട് മാനം മര്യാദക്ക് ജീവിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് പരലോകത്തിൽ ഖേദിക്കേണ്ടി വരില്ല, അവർക്ക് പരലോകത്തിൽ ദുഃഖിക്കേണ്ടി വരില്ല എന്നുള്ളതാണ്. കേരളത്തിലെ എല്ലാ മുസ്ലിം ബ്രാൻഡഡ് സർവമത സത്യവാദികളും സർവവേദ സത്യവാദികളും ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഒരു വചനമാണിത്. ഒരിക്കലും നമുക്ക് മറ്റ് വേദങ്ങളിൽ ശരിയുണ്ടാവില്ല എന്ന് പറയുന്നൊരു വാദമൊന്നുമില്ല. കാരണം എല്ലാതരം അറിവുകളും മിനല്ലാഹ് വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ, ഭൂമിയിൽ അറിവിൻ്റെ ഉറവിടം വഹിയും ഇൽഹാമും അല്ലെങ്കിൽ അള്ളാഹുവിങ്കിൽ നിന്നുള്ള അറിയിപ്പുകളും മാത്രമാണ്. മറ്റൊരു തരത്തിലും ലോകത്ത് അറിവിൻ്റെ അടിസ്ഥാനപരമായ സ്രോതസ്സുകൾ ഉണ്ടായിട്ടില്ല. മനുഷ്യർ അതിനെ വികസിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. അപ്പൊ 4 വേദങ്ങൾ അള്ളാഹു അവതരിപ്പിച്ചതുപോലെ 100 ഏടുകളും അവതരിപ്പിച്ചു എന്ന് നമ്മൾ പറയാറുണ്ട്, നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ആ 100 ഏടുകൾ മനുഷ്യരാശി ഉണ്ടായ കാലം മുതലേ വ്യത്യസ്തമായ പ്രദേശങ്ങളിലേക്ക് വ്യത്യസ്തമായ പ്രവാചകന്മാർ, ആചാര്യന്മാർ അവർക്കെല്ലാം ലഭ്യമായതാണ്. അത് അവരുടെ ശിഷ്യന്മാരോ അനുയായികളോ കൈകടത്തലുകളോ നടത്തിയിട്ടാണ് പിന്നീട് പല മതങ്ങളുടെയും വേദഗ്രന്ഥങ്ങൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥങ്ങളും വേദങ്ങളും ഉണ്ടായത്. അപ്പൊ എല്ലാത്തിൻ്റെയും ഉറവിടം, എല്ലാ വേദങ്ങളുടെയും അടിസ്ഥാനപരമായ ഉറവിടം അല്ലാഹു ആയതിനാൽ എല്ലാ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായ വേദങ്ങളിലും ശരികളും വാസ്തവങ്ങളും ചിന്തോദ്ദീപകമായ തത്വങ്ങളും കേട്ടാൽ ആകർഷകമായിട്ടുള്ള നിയമങ്ങളും കാഴ്ചപ്പാടുകളും വീക്ഷണങ്ങളും പ്രപഞ്ചത്തെ സംബന്ധിക്കുന്ന വിശദീകരണങ്ങളും അത്ഭുതങ്ങളും ഒക്കെ ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ്. കാരണം എല്ലാത്തിലും അതിൻ്റെ അടിസ്ഥാനം നോക്കിയാൽ ഒരു ദിവ്യാംശം തീർച്ചയായും ഉണ്ടാകും. അല്ലാഹുവിങ്കിൽ നിന്ന് മാത്രമാണ് എല്ലാതരം അറിവുകളും ഉണ്ടായത്. ലളിതമായി നമ്മൾ ആലോചിച്ച് നോക്കൂ, ഈ 100 ഏടുകളൊക്കെ എങ്ങോട്ടേക്കാണ് പോയത്? മദ്രസയിലെ നമ്മൾ പഠിച്ചില്ലേ, ഇത്ര ഏടുകൾ ആദം അലൈഹി ഇസ്ലാമിന് ഏടുണ്ട്, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് ഏട്, നൂഹ് അലൈഹി ഇസ്ലാമിന് ഏട്. ഈ ഏട് കിതാബ് എന്നൊക്കെ പറഞ്ഞാൽ 2 വാക്കുന്നേ ഉള്ളൂ. കിതാബിന്റെ മലയാളമാണ് ഈ ഏട്. അപ്പോ ഖുർആനും തൗറാത്തും ഇഞ്ചീലും സബൂറും അള്ളാഹു ഇറക്കിയതുപോലെ വേറെ 100 ഗ്രന്ഥങ്ങൾക്ക് സമാനമായ വേദങ്ങൾ വേറെയും ഇറക്കിയിട്ടുണ്ട്. അത് പല ഭാഗത്ത് ചിതറിയതൊക്കെ പിന്നീട് വേറെ മതങ്ങളായിട്ടൊക്കെ മാറി. അതിൻ്റെ ഒരു വിശദാംശം ഒരുപക്ഷെ നമ്മളിവിടെ അത് നടത്തേണ്ടതില്ലല്ലോ. അപ്പോൾ വേറെ ഗ്രന്ഥങ്ങളിലും വേറെ മതത്തിൻ്റെ വേദങ്ങളിലും ശരിയുടെ അംശങ്ങളെ ഉണ്ടാവില്ല എന്നുള്ളൊരു വാദം ഒരു മുസ്ലിം പണ്ഡിതനും ഒരിക്കലും പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. അതേസമയം ഇസ്ലാമിൻ്റെ തൗഹീദിൻ്റെ റിസാലത്തിൻ്റെ ഒരു പൊതു തത്വം എന്താണ്? തൗഹീദ് ഒരിക്കലും മാറില്ല. അതേസമയം ജനപദങ്ങളും കാലങ്ങളും സമുദായങ്ങളും മാറുമ്പോൾ റിസാലത്തും നുബുവത്തും മാറി 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 വരും. തൗറാത്തിന്റെ വരവോടെ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം അള്ളാഹിന്റെ നബിയായതോടുകൂടെ സബൂറിന്റെ കാലം കഴിഞ്ഞു. പിന്നെ തൗറാത്താണ്. മസീഹുല്ലാഹി ഈസാ അലൈഹിസ്സലാമിന് ഇഞ്ചീൽ വരലോടുകൂടെ തൗറാത്തിന്റെയും കാലം കഴിഞ്ഞു. അന്ത്യപ്രവാചകന് ഫുർഖാനുൽ അദീം വരലോടുകൂടെ ഇഞ്ചീലിന്റെയും കാലം കഴിഞ്ഞു. ഇതെല്ലാം അല്ലാഹുവിങ്കൽ നിന്നുള്ളതാണെന്നുള്ള തൗഹീദിന്റെ ഒന്നാമത്തെ ഭാഗം കാലാകാലത്തേക്ക് ബാക്കിയാവുന്നൊരു പൊതു തത്വവും. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കൂടെ വരുന്ന റിസാലത്തിന്റെ ഭാഗം അത് കാലങ്ങളിൽ മാറി വരും എന്നുള്ളതുമാണ് ഇസ്ലാം, അല്ലേ? പിന്നെ എങ്ങനെയാണ് ഇവരതിനെ ദുർവ്യാഖ്യാനിക്കുക? ആയത്തിന്റെ ശരിയായ അർത്ഥം ഇന്നല്ലദീന ആമനു, അല്ലാഹുവിൽ വിശ്വസിച്ച ആളുകളും വല്ലദീന ഹാദു വസ്വാബിയൂന വന്നസ്വാറ. അന്ന് ഭൂമിയിൽ ഉണ്ടായിരുന്ന 4 വിഭാഗം.
യഹൂദർ സാബിഊൻ എന്ന് പറഞ്ഞാൽ അഹ്ലു സബൂർ, സബൂർ ദാവൂദ് അലൈഹിസ്സലാമിന്റെ സബൂറിന്റെ വക്താക്കൾ, വന്നസ്വാറ ഇഞ്ചീലിന്റെ വക്താക്കൾ. ഈ 4 വക്താക്കൾ ഇനി നിങ്ങൾക്ക് രക്ഷയുണ്ടാകണമെങ്കിൽ നിങ്ങൾ പഴയ തൗറാത്ത് തന്നെ മുറുകെ പിടിച്ചിട്ട് കാര്യമില്ല, ഖുർആനെ കൂടി അംഗീകരിക്കേണ്ടതുണ്ട്. മൻ ആമന ബില്ലാഹി, നമ്മൾ ആരെങ്കിലും മരണപ്പെടുമ്പോൾ അല്ലെങ്കിൽ ദുആ ചെയ്യാൻ പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കണം എന്നേ പറയുള്ളൂ. അല്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ചൊല്ലി മരിക്കാൻ തൗഫീഖ് ഉണ്ടാകാൻ ആരും പറയാറില്ല. എന്തുകൊണ്ടാ? ലാ ഇലാഹ ഇല്ലല്ലാഹിൽ മുഹമ്മദ് റസൂലുള്ളാഹ് പെട്ടു. അതല്ലേ നമ്മുടെ വിശ്വാസം. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം എന്താ? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി തന്ന, വിശദീകരിച്ച് തന്ന, വ്യവസ്ഥപ്പെടുത്തി തന്ന അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്നുള്ളതാണ്. അല്ലാതെ പണ്ടേ ലോകത്ത് പലരും ആരാധിച്ചിരുന്ന, മക്ക മുശ്രിക്കുകൾക്ക് പോലും പരിചയമുള്ള അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്നുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ അന്ത്യപ്രവാചകൻ പ്രത്യേകിച്ച് വരേണ്ട കാര്യവുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിച്ച അല്ലാഹു എന്നുള്ളതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം മന്നാമനവില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിനെ വിശ്വസിക്കുക എന്നുള്ളത് അതിൻ്റെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കലി ഉൾക്കൊണ്ടു, അതിൽ വന്നു. പിന്നെയോ പിന്നെയോ വല്യവുമില്ലാഹിർ, അന്ത്യനാളിൽ വിശ്വസിക്കുകയും അമില സ്വാലിഹാ, ആ പ്രവാചകന്മാർ അന്ത്യപ്രവാചകൻ പരിചയപ്പെടുത്തിയ ശരീഅത്ത് അനുസരിച്ച് കൊണ്ട് ജീവിക്കുകയും ചെയ്താൽ, ഇതല്ലേ അതിൻ്റെ സ്ട്രൈറ്റ് ആയ അർത്ഥം. അല്ലാഹുവിൽ വിശ്വസിക്കണം, അന്ത്യനാളിൽ വിശ്വസിക്കണം, അള്ളാഹുവിൽ വിശ്വസിക്കുമ്പോൾ റസൂലുള്ളാഹിയിലുള്ള വിശ്വാസം പെട്ടു. വഅമില സ്വാലിഹാ, ഓരോ രാജ്യത്തെയും ഭരണഘടന അനുസരിച്ചുകൊണ്ട് മാന്യമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ നാട്ടിലെ മതനിരാസകരും സ്വാതന്ത്ര്യചിന്തകരും പൊതുസമൂഹത്തെ കബളിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു വഞ്ചനയാണ്. ഇസ്ലാമിനോടും ദീനിനോടും താല്പര്യം കുറയുന്ന പുതിയ തലമുറയോട് പിന്നെ നിങ്ങൾ എന്തനുസരിച്ച് കൊണ്ടാണ് ജീവിക്കുക എന്ന് ചോദിക്കുമ്പോൾ 2 മറുപടിയാണ് പറയാം. ഒന്നുകിൽ ഞങ്ങൾ ഭരണഘടന അനുസരിച്ച് കൊണ്ട് ജീവിക്കാം, അല്ലെങ്കിൽ ശാസ്ത്രം അനുസരിച്ച് കൊണ്ട് ജീവിക്കാം. ഈ സമൂഹത്തെ അല്ലെങ്കിൽ ഈ ജനതയെ, മനുഷ്യരെ അതിനേക്കാളും സുന്ദരമായി കബളിപ്പിക്കുന്ന, വഞ്ചിക്കുന്ന വേറെ 2 പ്രസ്താവനകൾ ഉണ്ടാവുകയില്ല. ലോകത്തെ ഏത് ഭരണഘടനയിലാണ് പ്രായമായവരെ ബഹുമാനിക്കണം എന്നുള്ളത്? ലോകത്തെ ഏത് ഭരണഘടനയിലാണ് ചെറിയവരോട് കരുണ കാണിക്കണം എന്നുള്ളത്? ഏത് ഭരണഘടനയിലാണ് വെള്ളം മിതമായിട്ട് ഉപയോഗിക്കാൻ പറ്റൂ എന്നുള്ളത്? ഏത് ഭരണഘടനയിലാണ് റോഡിൽ ബ്ലോക്ക് ഉണ്ടാക്കരുത് എന്നുള്ളത്? മനുഷ്യർക്ക് കാരുണ്യം ചെയ്യണം, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം, വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കണം, അന്നമില്ലാത്തവരെ ഊട്ടണം, വസ്ത്രമില്ലാത്തവരെ അണിയിക്കണം. ഇത്തരം മോറൽ എത്തിക്സ് അല്ലെങ്കിൽ ധാർമ്മിക പാഠങ്ങൾ ലോകത്ത് ഭരണഘടനകൾ പറയുന്നില്ല. കാരണം അത് പറയാനുള്ളതല്ല ഭരണഘടന. ഭരണഘടന അനുസരിച്ചുകൊണ്ട് സാമൂഹിക വ്യവഹാരങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റും എന്നല്ലാതെ ഒരു വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തെ ബാക്കിയൊക്കെ പോവട്ടെ, ഒരു വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തെ നിയന്ത്രിക്കാൻ ഭരണഘടനയ്ക്ക് എങ്ങനെ സാധിക്കും? സ്വകാര്യതയിൽ ആസൂത്രണം ചെയ്യപ്പെടുന്ന തെറ്റുകൾ നാം സ്വയം നശിക്കുകയോ നശിക്കാതിരിക്കുകയോ ചെയ്യുന്ന നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ, അത് ചെയ്യണോ ചെയ്യണ്ടേ, അത് കേൾക്കണോ കേൾക്കണ്ടേ, കാണണോ കാണണ്ടേ, സഹായിക്കണോ സഹായിക്കണ്ടേ, ഇത്തരം നമ്മൾ മാത്രം ഇടപെടുന്ന നമ്മുടെ സ്വകാര്യതയിലെ സംഗതികൾ, അതിനെ കൈകാര്യം ചെയ്യുന്ന, അതിനെക്കുറിച്ചൊരു വകുപ്പ് പറയുന്ന ഭരണഘടന ലോകത്ത് ഏത് ഭരണഘടനയിലാണ് ഉള്ളത്? അതൊക്കെ വെറുതെ പറയുകയാണ്. മാത്രമല്ല, ലോകത്തെ ഏതെങ്കിലും ഭരണഘടനയിൽ ഭരണഘടന അനുസരിച്ചുകൊണ്ടാണ് നിങ്ങൾ വ്യക്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് പറയുന്നുണ്ടോ? അതല്ല. ഭരണഘടന എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിലെ സമൂഹം എങ്ങനെ നിയമലംഘനമില്ലാതെ അത്യാവശ്യമൊക്കെ ജീവിച്ചു പോകാം എന്നുള്ളതിൻ്റെ വകുപ്പാണ്. ഭരണഘടന കൊണ്ട് മാത്രമൊന്നും ഒരു സമൂഹത്തിനും ജീവിക്കാൻ കഴിയില്ല. എന്നിട്ടാണ് പിന്നെ അതിനും മീതെ കയറി നിന്നിട്ട് അമലൻ സ്വാലിഹാ വഅമില സ്വാലിഹാ എന്ന ആയത്തിന് ദുർവ്യാഖ്യാനം കൊടുക്കുന്നത്. ഇത് കോഴിക്കോട്ട് അങ്ങാടിയിൽ നടന്ന ദുർവ്യാഖ്യാനാണ്, വെറുതെ പറയുകയല്ല. വഅമില സ്വാലിഹാ, ഭരണഘടന അനുസരിച്ച് കൊണ്ട് ജീവിക്കുക.
അത് ഖുർആൻ ഓതി ആ അവാസ്തവം പറയുമ്പോൾ അതിൻ്റെ പൊട്ടത്തരം കൂടും. അല്ലാതെ പറഞ്ഞാലും അത് ശരിയാവില്ല. അങ്ങനെ ഒരു ജീവിതം സാധ്യമല്ല. ശാസ്ത്രം അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന വേറെ കുറേ ആൾക്കാർ. തകർന്നടിയുന്ന മതനിരാസം എന്നൊരു ഭംഗിക്ക് പറഞ്ഞതല്ല, അത് തകർന്നടിയുന്നത് കൊണ്ടാണത്. മതവിശ്വാസികൾക്കും പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കും ആർഗ്യുമെന്റ് അതല്ലേ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കും ശാസ്ത്രാവബോധം കുറവാണ്. ലളിതമായി നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഏവർക്കും മനസ്സിലാവുന്ന രൂപത്തിൽ ആലോചിച്ച് നോക്കൂ. ശാസ്ത്രീയമായി ജീവിക്കുക എന്ന് പറഞ്ഞിട്ടൊരു ജീവിതമുണ്ടോ? എന്താണ് പറയുന്നത്? എങ്ങനെയാണ് ഒരാൾക്ക് ശാസ്ത്രീയമായി ജീവിക്കാൻ പറ്റുക? പറയുന്നതിന് ഒരു ആശയം വേണ്ടേ? ഇപ്പൊ ചോറ് തിന്നാണ്, എന്താണ് ഈ പറയുന്നത്? ശാസ്ത്രീയമായി ചോറ് തിന്നലും. നിരീശ്വരവാദികൾ ശാസ്ത്രീയമായാണ് ചോറ് തിന്നുന്നത്, മതവിശ്വാസികൾ മുസ്ലിങ്ങൾ അശാസ്ത്രീയമായാണ് ചോറ് തിന്നത്. അങ്ങനെ പറഞ്ഞാൽ എന്താ ആ പറയുന്നതിന്റെ താല്പര്യം എന്താ? ഒരു മുസ്ലിമിന്റെ കയ്യിൽ 25 ലക്ഷം രൂപ ഉണ്ടായി, ഒരു നാസ്തികന്റെ കയ്യിലും 25 ലക്ഷം രൂപ. ഓപ്ഷൻ എന്ത് ചെയ്യണം? കോഴിക്കോട് ബീച്ചിൽ ഒരു ചെറിയ ചായക്കട തുടങ്ങാം. രണ്ടാളും തീരുമാനിച്ച്. നിരീശ്വരവാദി ശാസ്ത്രീയമായി ചായക്കട തുടങ്ങുന്നു, മുസ്ലിം അശാസ്ത്രീയമായി ചായക്കട തുടങ്ങുന്നു. അതല്ല അവരിപ്പോ പറയുന്നത്. എന്താണ് ഈ ശാസ്ത്രീയമായ ചായക്കട? എന്താണ് അശാസ്ത്രീയമായ ചായക്കട? ഉള്ളു പൊള്ളയായ കുറെ, അതും ഖുർആൻ പറഞ്ഞു, ഉള്ളു പൊള്ളയായ കാര്യങ്ങളാണ് ഇവർ ലോകത്തോട് പറയുക. ഉള്ളുപൊള്ളയായ ഭംഗി വാക്കുകളാണ് ഇവർ ലോകത്തോട് പറയുക എന്ന് ഖുർആൻ വ്യക്തമായി പറയുന്നു. وكذلك جعلنا لكل نبي عدوا شياطين الإنس والجن يوحي بعضهم إلى بعض زخرف القول غرورا. സുഖ്റുഫൽ ഖൗൽ, ക്യാച്ചിങ് വേർഡ്സുകൾ അവർ പറയും, കേട്ടാൽ നല്ല രസമുണ്ടാവും. ഗുറൂറ, പക്ഷെ അത് ജനങ്ങളെ ചതിക്കാനായിരിക്കും. എന്താ ഇവര് നമ്മളോട് പറയൽ? ലെറ്റ് ദി എവിഡൻസ് ലീഡ്, തെളിവുകൾ നയിക്കട്ടെ. എന്ത് മനോഹരമാണ് കേൾക്കാൻ. പക്ഷേ അവരോട് എന്താണ് തെളിവ് എന്ന് ചോദിച്ചാൽ പോലും അതൊന്നും പറയാൻ കഴിയില്ല. പക്ഷെ അവർക്ക് ഈ ഭംഗിയുള്ള ഒരു ക്യാപ്ഷൻ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. മൈ ബോഡി ഈസ് മൈ ചോയ്സ്, മൈ ഹെൽത്ത് ഈസ് മൈ ചോയ്സ്, മൈ ലൈഫ് ഈസ് മൈ ചോയ്സ്, മൈ ചോയ്സ് ഈസ് ടു മൈ ചോയ്സ്. എന്ത് മനോഹരമായ ആർഗ്യുമെന്റുകളാണ്. സുഖ്റുഫൽ ഖൗൽ, കേൾക്കാൻ ചന്തമുള്ള പ്രസ്താവനകളായിരിക്കും. പക്ഷേ ഒന്നാഴത്തിൽ ചെന്ന് നോക്കിയാലോ ഗുറൂറ, അത് 5 പൈസക്ക് ഉണ്ടാവില്ലെന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പൊ ഞാൻ പറഞ്ഞത് ശാസ്ത്രീയമായി ജീവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ സാധ്യമല്ല. കടയിൽ പോയിട്ട് നമ്മളും പറയൽ അവരും പറയൽ 25 കിലോ അരിയെന്നാണ്, അല്ലെ 1 ചാക്ക് അരിയെന്നാണ്. അല്ലാതെ അവര് പോയിട്ട് ഒറീസ സാറ്റിവിച്ച് എന്ന് പറയലില്ല. 2 കിലോ പഞ്ചസാര എന്നാ പറയല്. ഒരു പോയിട്ട് 2 kg സർക്കോസ് എന്ന് പറയൂല. ശാസ്ത്രീയ നാമം ഒരാരും പറയലൊന്നും ഇല്ല. ഒരു മുസ്ലിമായ ഡോക്ടർ ക്യാൻസർ എന്ന് പറയും, ഒരു നാസ്തികനായ ഡോക്ടർ ഹോർമോണിക് കാർസിനോമ എന്ന് പറയും. അങ്ങനെയൊക്കെ ഉണ്ട് കോഴിക്കോട്. ഇല്ല, എല്ലാവരും ക്യാൻസർ തന്നെയാ പറയാ. എല്ലാവരും പറയുന്ന വാക്കുകളൊന്ന്, ചിന്താഗതിയൊന്ന്. പിന്നെ വാസ്തവത്തിൽ ഈ ശാസ്ത്രാവബോധം എന്ന വാക്കിന് പോലും ബന്ധം, ശാസ്ത്രാവബോധം എന്ന വാക്കിന് പോലും ബന്ധം ശാസ്ത്രത്തോട് തന്നെയല്ല, മതത്തോടാണ്, ദീനിനോടാണ്. ആർക്കാ സംശയം? സത്യവിശ്വാസത്തിന് 70 ശാഖകളുണ്ടെങ്കിൽ 1-ാമത്തെ ശാഖ തൗഹീദാണെങ്കിൽ 70-ാമത്തെ ശാഖ ഇമാത്തത്തുൽ അദാ അനി ത്വരീഖ്, വഴിയിലുള്ള ബ്ലോക്ക് നീക്കലാണെന്ന് മുഹമ്മദ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ 6 വാര വീതിയുള്ള റോഡിൽ ആളോഹരി 2 കാറുള്ള ഒരു കാലത്ത് നിങ്ങൾ അനാവശ്യമായി മത്തി വാങ്ങാനും ആല വാങ്ങാനും വലിയ വണ്ടി എടുത്ത് പോകരുത് എന്നാണ് പറഞ്ഞതിന്റെ താല്പര്യം. ഇമാത്തത്തുൽ അദാ അനി ത്വരീഖ്, നിങ്ങൾ ആംബുലൻസ് ചീറുന്ന റോട്ടിൽ വലിയ വണ്ടി എടുത്ത് ബ്ലോക്ക് ഉണ്ടാക്കരുത്. ഇവിടെ സയന്റിഫിക് നമ്പർ ആർക്കാണ് ഇവിടെ ശാസ്ത്രാവബോധം? നിങ്ങൾക്ക്
നിങ്ങളുടെ സ്വന്തം കുട്ടികളും ഉള്ള ഒരു സമയത്ത് അനാഥ കുട്ടികളും ആ സവിധത്തിലുണ്ടെങ്കിൽ അനാഥ കുട്ടികളുടെ മുമ്പിൽ വെച്ച് സ്വന്തം കുട്ടിയെ തലോടരുത്, ലാളിക്കരുത്. കാരണം അത് അനാഥ കുട്ടിയെ മെന്റൽ ട്രോമയിൽ അകപ്പെടുത്തും എന്ന് താല്പര്യപ്പെട്ട മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ആർക്കാണ് ശാസ്ത്രാവബോധം? ആർക്കാണ് വാസ്തവത്തിൽ അതുള്ളത്? അപ്പോ അവര് വെറുതെ ഒരു ഷോക്ക്, ഒരു മൊഞ്ചിന്, ഒരു കളറിന് പറയുന്നതാണ്. സയൻസ് അനുസരിച്ച് കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുക, ഭരണഘടന അനുസരിച്ച് കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുക എന്ന് നാസ്തികന്മാര് വിരിച്ചു കൊടുത്ത വലയിലേക്ക് ചെന്ന് വീണതാര? ഖുർആന് അപ്ഡേഷൻ വരുത്താൻ ശ്രമിക്കുന്ന വേറെ കുറേ ആളുകൾ. നമ്മൾ അവരെ ഒരു പേരെടുത്തിട്ട് അവർക്കൊരു 2 മാർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നില്ല. അവരിവിടെ ഉണ്ട്. അപ്പം അവരുടെ ദുർവ്യാഖ്യാനമാണ് വഅമില സ്വാലിഹൻ. ഭരണഘടന അനുസരിച്ച് കൊണ്ട് ജീവിക്കുകയും ചെയ്താൽ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർക്ക് സങ്കടപ്പെടേണ്ടി വരില്ല, അവർക്ക് ഖേദിക്കേണ്ടി വരില്ല. അതല്ല അതിൻ്റെ താല്പര്യം. എന്നിട്ട് അവരെന്ത് ചെയ്തു? ഒരു കാര്യം കൂടി അവര് ചെയ്തു. ഇന്ന് കാണുന്ന ഈ ബൈബിളും ഈ വേദങ്ങളും ഖുർആൻ നേരത്തെ അവതരിപ്പിച്ച തൗറാത്തും ഇഞ്ചീലുമാണെന്നുള്ള ദുർവ്യാഖ്യാനവും അവർ കൊണ്ടുവരുന്നു. പറയുമ്പോൾ പറയണല്ലോ, അങ്ങനെയുണ്ടോ? നമ്മുടെ വിശ്വാസം എന്താ? ഇന്നിവർ കൊണ്ടുവരുന്ന ബൈബിളൊക്കെ ഇഞ്ചീലാന്നൊക്കെ പറയാൻ തുടങ്ങിയാൽ എന്താകും അവസ്ഥ? അത് ആരെ രസിപ്പിക്കാനും സുഖിപ്പിക്കുവാനാണ്. അത് ഇവിടുത്തെ ക്രൈസ്തവ സഹോദരങ്ങൾക്ക് പോലും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ ജീവിക്കുന്ന ക്രൈസ്തവ സഹോദരങ്ങൾക്ക്, നല്ലവരായ ക്രൈസ്തവ സുഹൃത്തുക്കൾക്ക് പോലും ഇവിടെ ജീവിക്കുന്ന കേരളത്തിലെ മുസ്ലിമീങ്ങൾ നമ്മുടെ ബൈബിൾ അവരുടെ ഇഞ്ചിയിലാണെന്ന് അംഗീകരിക്കണം എന്നുള്ള താല്പര്യമില്ല. ഉണ്ടെങ്കിലല്ലേ ആ വേലക്ക് മുതിരണ്ടു. ഈസാ അലൈഹി ഇസ്ലാമിനെ വധിച്ചു, കൊന്നു, ക്രൂശിച്ചു എന്നല്ലേ ബൈബിളിൽ പറയുന്നത്. ഖുർആന് സമ്മതിക്കാൻ പറ്റുമോ? അല്ലെങ്കിലും ബൈബിൾ ആ വിഷയം ഞാൻ അങ്ങോട്ടൊക്കെ ആഴത്തിൽ പോവല്ല, നമുക്കതിൻ്റെ ആവശ്യമില്ല, എൻ്റെ ആവശ്യമില്ല. പക്ഷെ അതിവിടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ലൈവും ഇതൊക്കെ കണ്ടതുകൊണ്ട് ആ ഭാഗം പറയാമെന്ന് വിചാരിച്ചാൽ. ക്രിസ്ത്യൻസിന് വിശ്വാസമുണ്ടോ ഇന്നുള്ള ഈ ബൈബിൾ വേദഗ്രന്ഥാണെന്ന്? എന്താ അവരെ വാദം? എന്താ ക്രിസ്ത്യൻസിൻ്റെ വാദം? എന്താ? അപ്പോസ്തലനായ മത്തായി, മാർക്കോസ്, ലൂക്കോസ്, വിശുദ്ധ യോഹന്നാൻ, ഈ 4 പേര് എഴുതി തയ്യാറാക്കിയ യേശുക്രിസ്തുവിൻ്റെ അരുളപ്പാടുകളും റോമിൻ്റെ ചരിത്രവും ആ കാലഘട്ടത്തിലുള്ള നാഗരിക വിശേഷങ്ങളുമാണ് ബൈബിൾ എന്നാണ് ക്രൈസ്തവ വിശ്വാസം. ഇത് ഇഞ്ചിയിലാണെന്ന് ക്രൈസ്തവർക്ക് വിശ്വാസമില്ല, വാദമില്ല, അവരങ്ങനെ താല്പര്യപ്പെടുന്നുമില്ല. യേശുവിൻ്റെ അരുളപ്പാട് മത്തായി എഴുതിയിരിക്കുന്നു, യേശുവിൻ്റെ അരുളപ്പാട് മാർക്കോസ് എഴുതിയിരിക്കുന്നു, യേശുവിൻ്റെ അരുളപ്പാട് ലൂക്കോസ് എഴുതിയിരിക്കുന്നു, യേശുവിൻ്റെ അരുളപ്പാട് യോഹന്നാൻ എഴുതിയിരിക്കുന്നു. ഏകദേശം ആ കാലഘട്ടത്തിൽ ജീവിച്ച പൗലോസ് ഇതിൽ നിന്നെല്ലാമുള്ള സന്ദേശം ഉൾവഹിച്ചുകൊണ്ട് റോമിലേക്കും കൊരിന്ത്യറിലേക്കും ഒക്കെ കത്തുകൾ അയച്ചിരിക്കുന്നു. ഇതൊക്കെ സമാഹരിച്ചതാണ് ബൈബിളിന്റെ പുതിയ നിയമം എന്ന് പറയുന്ന 27 പുസ്തകങ്ങൾ. ഇതാണ് ക്രൈസ്തവ വിശ്വാസം. പിന്നെ എന്തുകൊണ്ടാണ് വേദഗ്രന്ഥമായി ക്രിസ്ത്യൻസ് അംഗീകരിക്കുന്നതെന്ന് വെച്ചാൽ, ഈ പറയുന്ന ആദ്യത്തെ 4 പേർ മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ഈ 4 പേർക്ക് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അവരുടെ വഹി ഉണ്ടായിട്ടുണ്ട്, ദിവ്യാംശം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ വഹിയിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെഴുതിയത്. ചുമ്മാ ഒറ്റക്ക് തോന്നിയത് എഴുതിയതല്ല. വഹിയിന്റെ അടിസ്ഥാനത്തിൽ യേശുവിന്റെ ശിഷ്യന്മാർ എഴുതിയതാണ് ബൈബിൾ എന്നേ ക്രൈസ്തവ ലോകം പറയുന്നുള്ളൂ. യേശുവിനെ ഇറങ്ങിയതാണ് ബൈബിൾ എന്ന് ക്രിസ്ത്യൻസിന് വിശ്വാസമില്ല. അദ്ദേഹം എന്താ മനസ്സിലാക്കി വെച്ചത്? ക്രിസ്തബ്ദം 382-നും 390-നും ഇടയിൽ അന്നത്തെ റോമിൽ നടന്ന 2 കൗൺസിലുകൾ, കൗൺസിൽ ഓഫ് റോം ആൻഡ് കൗൺസിൽ ഓഫ് പോപ്പി, അന്നത്തെ മാർപ്പാപ്പയായിരുന്ന സെന്റ് പോപ്പ് ഡൊമോസിയസ്,
അദ്ദേഹം പാസാക്കിയതാണ് മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ സുവിശേഷങ്ങൾ നമുക്ക് വേദഗ്രന്ഥമായി അംഗീകരിക്കുകയല്ലേ? യോഗത്തിൽ ചോദിച്ചു. ഭൂരിപക്ഷം മൈത്രാന്മാരും അച്ഛന്മാരും ബിഷപ്പുമാരും കൈവന്തിച്ചു പാസാക്കി. ഞാനതിൻ്റെ ചരിത്രം പറയല്ല. ഈ 4 വേദഗ്രന്ഥങ്ങൾ എന്ന് ക്രിസ്ത്യൻസ് വിശ്വസിക്കുന്നതിനെ പിടിച്ച് ഇഞ്ചിയിലാക്കുക, അതിനേക്കാളും വലിയ തൗഹീദ് വിരുദ്ധത എന്താണ്? ഇസ്ലാം വിരുദ്ധത എന്താണ്? കാരണം ഈ 4, ഇതാണ് നമ്മുടെ വിഷയം, ഈ 4 വേദങ്ങളിലും ഉള്ളത്, 4 സുവിശേഷങ്ങളിലും ഉള്ളത് യേശുവിനെ കൊന്നു എന്നാണ്, ക്രൂശിച്ചു എന്നാണ്, കുരിശിലേറ്റി എന്നാണ്. 1-ാം നാൾ പസഹ വ്യാഴം, അവസാനത്തെ അത്താഴം, പിന്നീട് ദുഃഖവെള്ളി, കുരിശിലെത്തിയ വെള്ളി, പിന്നീട് ഈസ്റ്റർ ഞായറാഴ്ച, എന്താ 2-ാം നാൾ അല്ലെങ്കിൽ കുരിശിലെത്തിയതിൻ്റെ 3-ാം നാൾ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇതല്ലേ ക്രൈസ്തവ വിശ്വാസം? അവർ പെസഹ വ്യാഴം ഒഴിവാക്കുവോ? ദുഃഖവെള്ളി അവിടെ വിശ്വാസമല്ലേ? ഈസ്റ്റർ വിശ്വാസമല്ലേ? പക്ഷെ എന്താ ഖുർആൻ പറയുന്നത്? യേശുവിനെ കൊന്നില്ല, ഈസാ അലൈഹി ഇസ്ലാമിനെ കൊന്നിട്ടില്ല, കുരിശിലേറ്റിയിട്ടുമില്ല. എന്താണ്? وقولهم منا قتلنا المسيح عيسى ابن مريم رسول الله وما قتلوه وما صلبوه ولكن شبه لهم وإن الذين اختلفوا فيه لفي شك منه ما لهم به من علم إلا اتباع الظن وما قتلوه يقينا. ഈ ഒരറ്റായത്തിന്റെ പ്രത്യേകത എന്താ അറിയാം? ഈ ഒരറ്റായത്തിൽ 3 വട്ടമാണ് ആ വിഷയം ആവർത്തിച്ചത്. ഖുർആനിലെ വേറൊരു സൂക്തത്തിലും ഒരു വിഷയം 3 തവണ ആവർത്തിക്കുന്നില്ല. ഈ ഒരു സൂക്തത്തിന്റെ ഒരു സവിശേഷത ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നാ ഖതൽനാ അൽ മസീഹ ഈസ ബന മറിയം റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലായ ഈസ ബന മറിയം മസീഹിനെ നമ്മൾ കൊന്നു എന്ന അവരുടെ പ്രസ്താവന കാരണത്താലും. അതിന്റെ മുന്നായത്തിൽ വേറെ വിഷയം പറയുന്നു, അങ്ങോട്ടേക്ക് കണക്ട് ചെയ്താണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു അങ്ങനെയല്ല, വമാ ഖതലൂഹു, വാസ്തവത്തിൽ അവർ ഈസയെ കൊന്നിട്ടില്ല. വമാ സ്വലബൂഹു, കുരിശിലേറ്റിയിട്ടുമില്ല. വലാകിൻ ശുബ്ബിഹ ലഹും, അവർ ആൾമാറാട്ടം നടത്തിയിട്ട് അല്ലാഹു ഈസാ അലൈഹി ഇസ്ലാമിനെ ആകാശത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നല്ലോ. ആ വിഷയത്തിൽ അവർ കൺഫ്യൂഷനിൽ അകപ്പെട്ടതാണ്. വഇന്നല്ലദീന ഇഖ്തലഫൂ ഫീഹി, ഈ വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായം പറയുന്ന ആളുകൾ ലഫീ ശക്കിൻ മിൻ, അതിൽ ബോധ്യമുള്ളവരല്ല, സന്ദേഹികൾ മാത്രമാണ്. മാ ലഹും ബിഹി മിൻ ഇൽമിൻ, അവർക്ക് അതേ സംബന്ധിച്ച് ഒരു ഉറപ്പുമില്ല. ഇല്ലത്തിബാ അല്ലന്നെ, ഊഹാപോഹം വിശ്വസിക്കുക മാത്രമാണ് അവർ ചെയ്യുന്നത്. 2 തവണ പറഞ്ഞിട്ട് വീണ്ടും അല്ലാഹു ആ ആയത്ത് ഇങ്ങനെയാണ് നിർത്തുന്നത്, വമാ ഖതലൂഹു, കൊന്നിട്ടില്ല കേട്ടോ ഈസയെ അവർ, യഖീന, ആ വിഷയത്തിൽ സംശയമേ ഇല്ല. ഇത് അസന്നിഗ്ധമായി ഖുർആൻ പറഞ്ഞിരിക്കുകയാണ് അവരങ്ങനെ പറയുന്നത്. വ്യാഖ്യാനം ഒരേ സമയം വിശുദ്ധ ഖുർആന്റെ അമാനുഷികതയും അതേസമയം വിശുദ്ധ ഖുർആനെ ദുർവ്യാഖ്യാനിക്കാനുള്ള വേറെ ശ്രമവും. ഖുർആൻ മാത്രമാണ് സത്യം എന്ന് നമുക്ക് അസന്നിഗ്ധമായി പറയാൻ കഴിയും. ഖുർആൻ സത്യമാണ്, കൂടെ അതും ഇതും കൂടി സത്യമാണ് എന്നൊന്നും പറയേണ്ട കാര്യമില്ല. പിന്നെ ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുന്നു, ഖുർആനേതരമായ മറ്റു കൃതികളിലും വേദങ്ങളിലും ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലുമെല്ലാം ശരിയുടെയും അല്ലെങ്കിൽ ശരിയുടെ അംശമുണ്ടാകും, തത്വങ്ങളുണ്ടാകും, ധർമ്മപാഠങ്ങളുണ്ടാകും, ദർശനങ്ങളുണ്ടാകും, മനോഹരമായ കാര്യങ്ങൾ പറയുന്നുണ്ടാകും. അതിൻ്റെ എല്ലാം കാരണം, അതിൻ്റെ എല്ലാം ആദിരൂപം, ഉറവിടം, ആദ്യ സ്രോതസ് വഹിയാണ്, വേദഗ്രന്ഥങ്ങളാണ്. പിന്നീട് ആളുകൾ അതിനെ മാറ്റിയതാണ്. അതാണ് ഖുർആന്റെ അവസ്ഥ. ഇനി ഹദീസിൻ്റെ ഒരു ഉദാഹരണം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിഷയം അവസാനിപ്പിക്കണം. നമ്മുടെ ഈമാൻ വർദ്ധിക്കലാണ് നമ്മുടെ ലക്ഷ്യം. അതിനു വേണ്ടിയാണ് മഹാരഥരായ ഈ ശൈഖുമാരൊക്കെ നമ്മുടെ നാട്ടിൽ വന്നതും നമ്മളവരെ സ്നേഹിക്കുന്നതും കൂടെ നിൽക്കുന്നതുമെല്ലാം. ഖുർആന്റെ 2 ആയത്ത് ഞാൻ ആദ്യം ഓതി, അമാനുഷികത മനസ്സിലാവാൻ. ഞാൻ എന്തെങ്കിലും പറയുന്നു എന്നുള്ള അർത്ഥത്തിൽ നിങ്ങളത് മനസ്സിലാക്കണം. അറിയുന്ന ആളുകൾ ഒരുപാടുണ്ട്, അറിയാത്തവരോടാണ് ഞാൻ പറയുന്നത്. തബ്ബത് യദാ അബീ ലഹബ്, അതേപോലെ സയഖൂലു സുഫഹാഉ, 2 വിഷയം പറഞ്ഞിരുന്നു. ഇനി നമുക്കൊരു ഹദീസ് എടുക്കാം. അള്ളാഹുവിൻ്റെ വഹി കൊണ്ടല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറയാൻ കഴിയില്ല എന്ന് നമുക്ക് ബോധ്യമാവുന്ന ഒരു ഹദീസ്. ഒരു 4 ആൾ കൂടിയാൽ
ഏത് 4 ആളുകൾ? ഒരു SSLC ബാച്ച് ഗെറ്റ് ടുഗദർ കൂടി, +2 ബാച്ച് എല്ലാം ഒരു കാലത്ത് ഒന്നിച്ച് ഗൾഫിൽ മുറിയിൽ താമസിച്ചിരുന്നവർ, 1 വർഷം ഹജ്ജിന് പോയ ആളുകൾ, ഒരു സംഘടനയിൽ ഒരു ടേമിൽ പ്രവർത്തിച്ച ആളുകൾ, ഏതെങ്കിലും ഒരു ഫാമിലി സംഗമം, ഒരു വാട്സാപ്പ് ഫാമിലി മീറ്റിംഗ്, ഏതെങ്കിലും തരത്തിൽ 4 ആൾ കൂടിയാൽ ലോകത്ത് നമ്മളിത് പറയുന്ന ഈ സമയത്ത് അമേരിക്ക മുതൽ അഫ്ഗാൻ വരെ, ചൈന മുതൽ ചാഡ് വരെ, ആന്തമാൻ മുതൽ ആസ്ട്രേലിയ വരെ, ഭൂമിയുടെ 4 അറ്റങ്ങളിലും മനുഷ്യൻ താമസിക്കുന്ന എല്ലായിടത്തും ഒരേ അഭിപ്രായമുള്ളൊരു വിഷയം എന്താ അറിയോ? ബാക്കി എല്ലാത്തിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഒരഭിപ്രായ വ്യത്യാസം ഇല്ലാത്തൊരു വിഷയം, എന്തൊരു സ്പീഡാണ് സമയത്തിന് എന്നുള്ളതാണ്. എത്ര പെട്ടെന്നാണ് കൊല്ലം പോകുന്നത്, എത്ര പെട്ടെന്നാണ് സമയം പോകുന്നത്, എത്ര പെട്ടെന്നാണ് കാലം പോകുന്നത്. ഇതിൽ ആർക്കും അഭിപ്രായ തെറ്റില്ല. അത് നമ്മുടെ ഒരു അനുഭവമാണ്. ഇപ്പം 2025 ജനുവരി 8 പിതാ നിസ്കാരത്തിൽ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ. റമളാൻ മാസം ഇവിടെ കഴിഞ്ഞിട്ട് ഇപ്പോൾ 10 മാസമായി എന്നായി പറയുന്നത്. ശരിക്കും ഒരു 1.5-2 മാസത്തിൻ്റെ ഒരു ഗ്യാപ്പേ നമുക്ക് അനുഭവപ്പെടുന്നുള്ളൂ. വീട്ടിൽ നമ്മുടെ മക്കളോ അല്ലേ പെങ്ങളെ മക്കളോ ഒക്കെ എല്ലാ വീട്ടിലും ഇപ്പോൾ ബർത്ത്ഡേ ഉണ്ടല്ലോ, പേരക്കുട്ടികളെ അല്ലെങ്കിൽ നമ്മുടെ മക്കളെ തന്നെ ബർത്ത്ഡേ. ചൊവ്വാഴ്ചയാണ് കേട്ടോ മോളെ ബർത്ത്ഡേ, ഇത്രാമത്തെ അല്ലെ അടുത്ത 12-ാം തീയതിയാണ് മോൻ്റെ ബർത്ത്ഡേ, ഇത്രാമത്തെ. കേൾക്കുമ്പോൾ അത്ഭുതപ്പെട്ടു, എത്ര പെട്ടെന്നാണിപ്പോൾ ഇത്ര 8 വയസ്സായത്, 7 വയസ്സായത്, 6 വയസ്സായത്. എപ്പോഴേനും ഇത് കഴിഞ്ഞ കൊല്ലാണ് ഇവിടെ വാട്സാപ്പിൽ സ്റ്റാറ്റസ് വെച്ചത്, ബ്ലസ്ഡ് വിത്ത് ബേബി ഗേൾ ഓർ ബോയ്, അൽഹംദുലില്ലാ, ലഡു മുട്ടായി എന്നൊക്കെ പറഞ്ഞ് സ്റ്റാറ്റസ് വെച്ചിട്ട് ഇവിടെ മെനയാന്ന് രാത്രിയാണ്. പക്ഷെ ഇപ്പൊ വയസ്സ് 4 അല്ലേ 5, കാലമല്ലാത്ത പോക്കാ പോകുന്നത്. ആർക്കും അല്ല അഭിപ്രായത്തിട്ടില്ല. ഐസ് അലിയുന്ന പോലെ അലിയുന്ന ഐസ്, ഉപ്പടിയുന്ന പോലെ അടിയുന്ന ഐസ്. ഈ കാലം വേഗതയിൽ സഞ്ചരിക്കുന്നു എന്നുള്ളത് നമ്മുടെ അനുഭവമാണ്, ലോകത്തിന്റെ പൊതുബോധമാണ്. എല്ലാവരും സമ്മതിക്കുന്നു, ഞാനിത് വെറുതെ പറയല്ല, എല്ലാവരും സമ്മതിക്കുന്നു. അതേക്കുറിച്ച് ലോകത്ത് മതത്തിന്റെ അകത്ത് നിന്നോ ശാസ്ത്രത്തിന്റെ ലോകത്ത് നിന്നോ എന്തെങ്കിലും ഒരു വിശദീകരണമുണ്ടോ എന്ന് നിങ്ങളൊന്ന് ന്യൂട്രലായിട്ട് ആലോചിച്ച് നോക്കൂ. അതിനെക്കുറിച്ച് ശാസ്ത്രത്തിന്റെ ലോകം എന്തെങ്കിലും പറയുന്നുണ്ടോ? എൻ്റെ ചെറിയ പരിധിയിൽ ഞാൻ കുറേ വായിക്കാൻ ശ്രമിച്ചു, ഈ ആസ്ട്രോണമിക്കൽ തീസിസുകളും പഠനങ്ങളുമൊക്കെ. അതിലിങ്ങനെ പറയുന്നുണ്ട്, മുമ്പത്തേതിനെ അപേക്ഷിച്ച് ഭൂമിയുടെ കറക്കത്തിൻ്റെ വേഗത ഒരു ആർക്ക് സെക്കൻഡ് കൂടിയിൽ. ഈ ആർക്ക് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എത്ര? 1 സെക്കൻഡിനെ പിന്നെയും കഷ്ണിച്ച് മാക്സിമം കഷ്ണിച്ചാൽ അതിൽ ഒരു പൊടിയുടെ പേരാണ് ഈ ആർക്ക് സെക്കൻഡ്. പക്ഷെ ഭൂമിയുടെ കറക്കം ആർക്ക് സെക്കൻഡ് കൂടിയത് കൊണ്ടുണ്ടാവുന്ന മാറ്റം എന്നല്ല നമുക്ക് ഫീൽ ചെയ്യുന്നത്. ആർക്ക് സെക്കൻഡ് കൊണ്ട് കൂടിയാൽ ഇത്ര വലിയ വേഗതയൊന്നും കിട്ടണമെന്നില്ല. ഇനി വേഗത ഉണ്ടോ ഇല്ലേ എന്നുള്ളതിന് ഇനിയും ആർക്കെങ്കിലും സംശയമുണ്ട്, ഇത്ര ചിന്തിച്ചാൽ മതി. കാളവണ്ടിക്ക് ചക്രം കണ്ടുപിടിക്കാത്തൊരു കാലത്ത്, പാട്ടവളക്കിൽ മണ്ണെണ്ണ വരാത്തൊരു കാലത്ത്, പരിഷ്കാരങ്ങൾ അതിൻ്റെ തോട് പൊട്ടിച്ച് പുറത്തു വരാത്തൊരു കാലത്ത്, ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകൾ അവരുടെ 40 വയസ്സും 50 വയസ്സും 60 വയസ്സും എന്ന പരിമിതമായ ആയുസ് കൊണ്ട് ചെയ്തു തീർത്ത കാര്യങ്ങളുടെ 100-1 ഇന്ന് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? 100-1. ഇന്ന് സ്കൂളിലും മദ്രസയിലും കോളേജിലും ഒരു വെള്ളക്കടലാസിൽ ഒരു പൂ വരച്ചിട്ട് കളർ കൊടുത്താൽ അനുമോദനം കിട്ടുന്ന കാലമാണ്. വെള്ളക്കടലാസിൽ ഒരു പൂ വരച്ചിട്ട് നിറം കൊടുത്താൽ മൊമന്റോ കിട്ടുന്ന കാലമാണ്. കാരണം ചെറിയ കഴിവുകൾ പോലും അത്രയും ആഘോഷിക്കപ്പെടുന്നു. ചെറിയ കഴിവുകൾ പോലും ഫ്ലക്സിൽ വരുന്നു, പൊൻപതക്കം കിട്ടുന്നു, രാഷ്ട്രത്തിന്റെ അനുമോദനം കിട്ടുന്നു. പക്ഷെ പ്രസിദ്ധീകരിക്കപ്പെട്ടതും പെടാത്തതുമായി 2000 കിതാബ് എഴുതിയിരുന്നു യഹ്യ ഇബ്നു ശറഫ് അൻ-നവവി റളിയല്ലാഹു അൻഹു. ആലോചിച്ചോക്കൂ, ഏത് കാലം? കടലാസ് ഉണ്ടോ? ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ ഉണ്ടോ? അച്ചടി യന്ത്രം ഉണ്ടോ?
അറബ് മഷി കലക്കി മുക്കി പക്ഷിയുടെ തൂവലിന്റെ അറ്റം കൂർപ്പിച്ച് അതിൽ മുക്കിയിട്ട് താളിയോലയിൽ എഴുതുന്ന കാലത്താണിത്. ഒരു നബിമാ മാത്രമല്ല, എത്രയെത്രയോ അയിമത്ത്, എത്രയെത്രയോ മഹാരഥന്മാർ ഇസ്ലാമിന്റെ ലോകത്ത് മാത്രമാവണ്ടല്ലോ. ജയിലിൽ വെച്ച് ലോകത്തെ എത്ര പ്രമുഖന്മാർ ഗ്രന്ഥങ്ങൾ എഴുതി. ജയിൽ ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് തന്നെ ഇല്ലേ ലിറ്ററേച്ചറിൽ? ജയിലിന്റെ ഉള്ളിൽ ഈ ഭക്ഷണം കൊണ്ടു കൊടുക്കാൻ പോകുന്ന ആളുകളോട് പറയും, ഭയങ്കര മൂഡ് ഓഫ്, നിങ്ങൾ ഇനി വരുമ്പോ അടുപ്പിൽ നിന്ന് കുറച്ച് കരിക്കട്ട കൊണ്ടുവരണം. അങ്ങനെ ജയിൽ വാർഡന്മാർ കൊടുത്ത കരിക്കട്ട ഉപയോഗിച്ചുകൊണ്ട് ജയിൽ ഭിത്തിയിലും ജയിലിന്റെ കിട്ടുന്ന സ്ഥലങ്ങളിലും എഴുതി വെച്ചത് ക്രോഡീകരിക്കപ്പെട്ട് ലോകത്ത് ഒരുപാട് പുസ്തകങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മതേതര ലോകത്തുണ്ടായിട്ടുണ്ട്, ഇസ്ലാമിന്റെ ലോകത്തുണ്ടായിട്ടുണ്ട്. ഇപ്പൊ സയ്യിദ് നൂർസിയുടെ തുർക്കി പണ്ഡിതൻ റസായിലുൻ നൂർ, ഇതൊരു ജയിൽ സാഹിത്യമാണ്. പക്ഷെ ഇനി വാഹനം കിലോമീറ്റർ പെർ ഹവർ 100, 120, 80 ആവറേജ് പോകാവുന്ന കാറുകളില്ലാത്ത ആളാരാ? ആളോഹരി കാറല്ലേ? പക്ഷേ ഒരു ദിവസം ഒരു 10 പരിപാടി അജണ്ട രാവിലെ സെറ്റ് ചെയ്തു. 5 മണിക്ക് എഴുന്നേൽക്കണം, 10 മണിക്ക് ഉറങ്ങുന്നതിന് മുമ്പ് ഇത് ചെയ്യണം, ഒരു 10 പരിപാടി. ലാസ്റ്റ് നമ്മൾ രാത്രി 10 മണിക്ക് നോക്കിയാൽ 2 പരിപാടി പോലും ചെയ്തിട്ടുണ്ടാവില്ല. എന്താ കാരണം? എന്താ മീറ്റിങ്ങിന് വരണമെന്ന് വിചാരിച്ചാണ്, നേരം കിട്ടിയില്ല. എന്താ കല്യാണത്തിന് കണ്ടില്ലല്ലോ, വരണം തന്നെ വിചാരിച്ചത് ചങ്ങായി, പക്ഷെ നേരം കിട്ടണ്ടേ. എങ്ങോട്ടാണ് നേരം പോയത്? ഈ സമയം ഐസലിയുന്ന പോലെ, ഉപ്പടിയുന്ന പോലെ സമയം പോകുമെന്ന് അന്ത്യനാളായാൽ ലോകത്തോട് പറഞ്ഞത് ഒരേ ഒരു മനുഷ്യനാണ് കേട്ടോ. ആ മനുഷ്യന്റെ പേരാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വെറുതെ ആവേശാക്കി പറയേണ്ട കാര്യമല്ല, ചിന്തിക്കേണ്ട വിഷയമാണ്. സയതി സമാനുൻ അലന്നാസ്, ജനങ്ങൾക്ക് മേലൊരു കാലം വരും. യതകാറബു ഫീഹി സമാൻ വയൻഖുസുൽ അമൽ വയഖ്ബദുൽ ഇൽമ വതൽഹറുൽ ഫിതൻ വയുൽകശുഹ് വയക്സറുൽ ഹറജ്. ഖാലു വമൽ ഹറജ് ഖാലൽ ഖത്ൽ. സ്വഹീഹായ ഹദീസാണ്. അതിൽ 5-6 കാര്യം പറയുന്നു. അതിൽ കണക്ട് ചെയ്ത 1-2 വിഷയം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിന്റെ വിഷയം എന്താ അറിയോ? ഇതൊരു മനുഷ്യന് സ്വയം പറയാൻ കഴിയില്ല. അള്ളാഹ് അറിയിച്ചു കൊടുക്കാതെ ഇതൊരു മനുഷ്യന് പറയാൻ കഴിയില്ല. ചേർത്ത് വെച്ചത് ഒരു കാലം വരും, ആ കാലമായാൽ യതകാറബു ഫീഹി സമാൻ. അറബി അറിയാത്ത ആരും ഇല്ലല്ലോ. യതകാറബു ഫീഹി സമാൻ എന്ന് പറഞ്ഞാൽ എന്താ? കാലം അടുത്തടുത്ത് വരും. നമ്മൾ ഈ ഹദീസിന് എന്തെങ്കിലും ആക്കിയേ പറ്റൂ. ഒന്നുകിൽ റസൂലുള്ള അള്ളാഹിന്റെ റസൂല് തന്നെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ കാൽക്കൽ പോയി നമ്മളല്ലാതായി ചെന്ന് തീരണം, തല കൊണ്ടുപോയി സമർപ്പിച്ചേ പറ്റൂ. അല്ലെങ്കിൽ ആ ഹദീസ്, അങ്ങനെ ഒരു ഹദീസ് ഇല്ല എന്ന് പറഞ്ഞേ പറ്റൂ. രണ്ടാലൊന്ന് ചെയ്തേ പറ്റൂ. ഒന്നുകിൽ റസൂലുള്ള അത് പറഞ്ഞില്ല എന്ന് വരണം. അതിനിപ്പോ വഴിയില്ല. കാരണം ആയിരക്കണക്കിന് കിതാബുകളിൽ ഈ ഹദീസ് ഉണ്ട്. അത്രത്തോളം ആളുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ലോകത്തിന്റെ പൊതു തത്വമാണ്. നിരീശ്വരവാദികൾ പോലും അംഗീകരിക്കുന്ന ഭാഷയിൽ പറഞ്ഞാൽ വാലിഡ് ടെസ്റ്റിമണിയാണ്. നിഷേധിക്കാൻ കഴിയില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ? അതെങ്ങനെ ഒരാൾക്ക് പറയാൻ കഴിഞ്ഞു? സമയം അടുത്തടുത്ത് വരുന്ന പറഞ്ഞാൽ 24 മണിക്കൂറുള്ള ദിവസം 22 മണിക്കൂറായി പോകുമെന്ന് ലോകത്താരും അതിന് അർത്ഥം വച്ചിട്ടില്ല. എല്ലാ കാലത്തും അതും അള്ളാഹുവിൻ്റെ വലിയൊരു, അല്ലെങ്കിൽ നമുക്ക് ദീൻ മനസ്സിലാക്കാനുള്ള വലിയൊരു കാര്യം തന്നെയാണ്. ലോക ചരിത്രം മനുഷ്യർ ആരംഭിച്ച കാലം മുതലേ വടക്ക് വടക്കും, തെക്ക് തെക്കും, കിഴക്ക് കിഴക്കും, പടിഞ്ഞാറ് പടിഞ്ഞാറുമാണ്. 4000 കൊല്ലം മുമ്പ് നമ്രൂദിനെ വെല്ലുവിളിക്കുമ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞില്ലേ, എൻ്റെ റബ്ബ് കിഴക്കിൽ നിന്നും സൂര്യനെ ഉദിപ്പിക്കുന്നു, നീ അത്ര വലിയ കൊള്ളാവുന്നവനാണെങ്കിൽ നീ പടിഞ്ഞാറിൽ നിന്ന് ഉദിപ്പിക്കടാ എന്ന് ചോദിച്ചല്ലോ. അതേപോലെയാണ് അന്നും കൊല്ലത്തിൽ 365 ദിവസമാണ്, ആഴ്ചയിൽ 7ആണ്, മാസം 29, 30 മണിക്കൂർ 24, 24 നാഴികയാണ്. പിന്നെ എങ്ങനെയാണ് ഈ സമയം അടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് വിശദീകരണം കിട്ടണമല്ലോ. ഭൂമി വേഗതയിൽ കറങ്ങിയിട്ടോ, ഭൂമിയുടെയും സൂര്യന്റെയും ഇടയിലുള്ള എന്തെങ്കിലും പാരസ്പര്യത്തിൽ വ്യതിയാനം സംഭവിച്ചിട്ടോ, അങ്ങനെയൊന്നും സയൻസ് നിലവിൽ പറയുന്നില്ല, പ്രത്യേകിച്ച് പറയുന്നില്ല.
ഉണ്ട്. പല സൗരപുരസ്സരണം എന്ന് പറയുന്ന പല പ്രതിഭാസങ്ങളും ഉണ്ട്. പക്ഷെ അതൊന്നും ഇതുമായി കണക്റ്റഡ് ആയിട്ടുള്ള സംഗതികളല്ല. അപ്പൊ പിന്നെ റസൂലുള്ളാഹി തന്നെ വിശദീകരിച്ചു എങ്ങനെയാണ് ഈ തഖാറുബുസ്സമാൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ബാക്കി ഹദീസ് എന്തായിരുന്നു? ഫതകൂനു സനതു കശ്ശഹർ, ഒരു വർഷം ഒരു മാസം തീർന്നു പോകുന്ന പോലെ തീർന്നു പോകും. വയകൂനു ശഹ്റു കൽ ജുമഅ, ഒരു മാസം ഒരു ആഴ്ച തീർന്നു പോകുന്ന പോലെ തീർന്നു പോകും. ഫതകൂനുൽ ജുമഅതു കൽ യൗം, ഒരു ആഴ്ചയോ ഒരു ദിവസം തീർന്നു പോകുന്ന പോലെ തീർന്നു പോകും. വയകൂനുൽ ജുമഅതു കസ്സാഅ, ഒരാഴ്ച ഒരു ദിവസം തീർന്നു പോകുന്ന പോലെയും ഒരു ദിവസം ഒരു മണിക്കൂർ തീർന്നു പോകുന്ന പോലെയും തീർന്നു പോകും. ഫതകൂനു സഅതു കതർഫത്തിൽ ഐൻ, ഒരു നാഴിക നേരം കണ്ണ് ചെമ്മി തുറക്കുന്ന അത്രയും പെട്ടെന്നും അവസാനിച്ചു പോകും എന്ന ഹദീസ്. അതാണ് അതിൻ്റെ വിശദീകരണം. തഖാറുബുസ്സമാൻ എങ്ങനെ എന്നതിനെയും അവിടെ നിന്ന് തന്നെ വിശദീകരിച്ചു. ഫതകൂനു സനതു കശ്ശഹർ, നിഷേധിക്കാൻ കഴിയോ? ഒരു കൊല്ലം ഒരു മാസം പോലെ. വയകൂനു ശഹ്റു കൽ ജുമഅ, ജുമഅ പോലെ എന്ന് പറഞ്ഞാൽ ആഴ്ച, ഒരാഴ്ച പോലെ. ഫതകൂനുൽ ജുമഅതു കൽ യൗം, ഒരാഴ്ച ഒരു ദിവസം പോലെ. വയകൂനുൽ ജുമഅ ഫയകൂനുൽ യൗമു കസ്സാഅ, ഒരു ദിവസം ഒരു നാഴിക നേരം പോലെ. ഫതകൂനു സഅതു കതർഫത്തിൽ ഐൻ, കണ്ണ് ചിമ്മി തുറക്കുന്നത് പോലെ ഒരു നാഴികയും അവസാനിച്ചു പോകും. അതല്ലേ അനുഭവം? എക്സ്ട്രാ ഓർഡിനറി, ലോകത്തിന്റെ തത്വം എന്താണ്? നമ്മുടെ വിഷയം ഇതാണ്, തലക്കെട്ടിതാണ് തകർന്നടിയുന്ന മതനിരാസ. ലോകത്തിന്റെ തത്വം എന്താണ്? എക്സ്ട്രാ ഓർഡിനറി ഈവൻസ് നീഡ് എക്സ്ട്രാ ഓർഡിനറി എക്സ്പ്ലനേഷൻ എന്ന് പറയും. എക്സ്ട്രാ ഓർഡിനറി ഈവൻസ്, അസാധാരണമായ സംസാരങ്ങളും സംഭവങ്ങളും നീഡ് എക്സ്ട്രാ ഓർഡിനറി എക്സ്പ്ലനേഷൻ. അതിന് അസാധാരണമായ വിശദീകരണങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. ഇത് അസാധാരണമായൊരു സംസാരമാണ്. കൂടുന്നു കൊല്ലങ്ങൾ മാസങ്ങളാഴ്ച, ഗടികൾ കണക്കിന്നായുസിൻ തീർച്ച, തേടുന്നു അവകൾ മൺവീട്ടിലേക്ക്, തഞ്ചം നീ നോക്കുന്നു പൊൻവീട്ടിലേക്ക്. ഷുജായി മൊയ്ത് മുസ്ലിയാർ അന്നേ അത് പറഞ്ഞു. അകക്കൺ തുറന്നൊന്നു നോക്കടാ മാടാ, ഉത്സാരമോർത്താൽ ഉറങ്ങാമൊകാടാ, മുഖക്കണ്ണടക്കുൽ തുറക്കട്ട മാടാ, മൂടിട്ട പൊഞ്ചപ്പിൽ മുത്തുണ്ടുകാടാ. 150 കൊല്ലം മുമ്പ് ഇത് പറഞ്ഞു. കൂടുന്നു കൊല്ലങ്ങൾ, കൊല്ലങ്ങൾ കൂടുന്നു, മാസങ്ങൾ കൂടുന്നു, ആഴ്ചകൾ കൂടുന്നു. കൂടുന്നു കൊല്ലങ്ങൾ മാസങ്ങൾ ആഴ്ച, ഗടികൾ കണക്കിന്നായുസിൻ തീർച്ച. ഘടികാരത്തിലെ സൂചിയിൽ മിനിറ്റും സെക്കൻഡുകളും തീരുന്ന പോലെ നിന്റെ ആയുസ്സിൽ നിന്ന് തീരുകയാണ്. നമ്മളിപ്പോ ജീവിച്ചു കൊണ്ടിരിക്കുകയല്ല. ബുദ്ധിയുള്ള ആളുകൾ മനസ്സിലാക്കുന്നു, ഷുജായി മനസ്സിലാക്കുന്നു, നമ്മളിപ്പോ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗടികൾ കണക്കിൻ നിന്നായുസിൻ തീർച്ച, തേടുന്നു അവകൾ നിന്നെ മൺവീട്ടിലേക്ക്. ഈ തീരുന്ന കൊല്ലങ്ങളും മാസങ്ങളും ആഴ്ചകളും നിന്നെ തേടുന്നത് മണ്ണിന്റെ വീട്ടിലേക്കാണ്. പക്ഷേ തഞ്ചം, അതിനിടയിൽ നീ നോക്കുന്നു പൊൻവീട്ടിലേക്ക്. മൺവീട് മാടി വിളിക്കുമ്പോ നീ അതിന്റെ ഇടയിലൂടെ തഞ്ചത്തിൽ ഒരു പൊൻവീട് കെട്ടാനാണല്ലോ ശ്രമിക്കുന്നത്. പക്ഷേ നീ ചെയ്യേണ്ടത്, ഈ ഹദീസ് നീ ചെയ്യേണ്ടത് ഇതിനെ ഉള്ളുകൊണ്ട് മനസ്സിലാക്കലാണ്. അകക്കൺ തുറന്നൊന്നു നോക്കടാ മാടാ. നീ അകക്കൺ തുറന്നൊന്ന് ഇത് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ, ഉത്സാരമോർത്താൽ, ഇതിന്റെ പൊരുൾ നീ മനസ്സിലാക്കിയാൽ ഉറങ്ങാമോ കാടാ, പിന്നെ നിനക്ക് തലവെച്ച് ഉറങ്ങാൻ പറ്റുമോ? ബേജാറാകില്ലേ? മരണത്തിലേക്കല്ലേ ഈ സഞ്ചരിക്കുന്നത്? മുഖക്കണ്ണടക്കുൽ, നിന്റെ മുഖത്തെ കണ്ണ് നീ അടക്കുകയാണെങ്കിൽ അടച്ച് പിടിച്ചിട്ട് തുറക്കട്ടെ. അപ്പൊ അത് തുറക്കട്ടെ. എന്താണ് തുറക്കേണ്ടത്? മൂടിട്ട പഞ്ചപ്പിൽ ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ അബ്സാരിഹിം. അല്ലാഹു മൂടിട്ട ഒരു പഞ്ചപ്പാണ് ഈ ഹൃദയം. ആ മൂടിട്ട പഞ്ചപ്പിൽ മുത്തുണ്ടുകാടാ, അതിനകത്താണ് നീ
ഊതിക്കാച്ചി മിനുക്കി പരിപാലിച്ചെടുക്കേണ്ട മുത്തുള്ളത് എന്ന് ശുജായി മൊയ്തു മുസ്ലിയാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്. സമയം അടുത്തടുത്ത് വരും. 2025, 24, 2000 നമ്മളോടത് പറഞ്ഞിരുന്നു. അതിൻ്റെ കൂടെ കൂട്ടിവെച്ചൊരു വാക്ക് കൂടി മാത്രം ആലോചിച്ച് നോക്കൂ. നമ്മളിപ്പോൾ പറയണ്ട, പ്രയോജനകരമായ അറിവില്ലാതാകുന്നു. വയങ്കുസുൽ അമൽ, സൽക്കർമ്മം ചുരുങ്ങുന്നു. ശേഷം പറയുന്നു വയുൽകശുഹു, സമയം അടുത്തടുത്ത് വരുന്നൊരു കാലം വന്നാൽ വയുൽകശുഹു, ശുഹ് എറിയപ്പെടും, ശുഹ് ഇടപെടും. എന്താണ് ഈ ശുഹ്? ഇൻഖിബാദുൽ ഖൽബ്, ഹൃദയത്തിന്റെ പിശുക്കിനാണ് ശുഹ് എന്ന് പറയുന്നത്. എന്താണ് ഈ ഹൃദയത്തിന്റെ പിശുക്ക്? പൈസന്റെ പിശുക്കല്ല. ഇന്ന് പൈസ ആർക്കാ പിശുക്ക്? കറൻസി നോട്ട് ചുരുട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ പുകയിലിട്ട് കത്തിച്ച് വലിക്കുന്ന കാലത്ത് പൈസ ആരും പിശുക്കി വെക്കുന്നില്ല. പൈസ എന്ത് കാണിക്കണം എന്ന് അറിയാതെ ധൂർത്തിൻ്റെ മഴയാണ്. ഈ കാലത്ത് പൈസക്ക് പിശുക്കൊന്നുമില്ല, ധൂർത്തിൻ്റെ മഴയാണ്. പണ്ടൊക്കെ കല്യാണത്തിൻ്റെ സേവ് ദി ഡേറ്റ് എന്നൊക്കെ ഉള്ള വാക്ക് തന്നെ മാറ്റി ഇപ്പോൾ സേവ് ദി വീക്ക് എന്നൊക്കെ പറയണം. ഈ തിങ്കൾ മുതൽ ആ തിങ്കൾ വരെയാണ് കല്യാണം. ഒരു കല്യാണത്തിൻ്റെ ധൂർത്ത്, ഒരു യാത്രാൻ്റെ ധൂർത്ത്, ഡ്രസ്സിങ്ങിൻ്റെ ധൂർത്ത്, ഭക്ഷണത്തിൻ്റെ ധൂർത്താണ്. പിന്നെ എന്താണ് ഈ ഉൽകശുഹു? ഹൃദയത്തിൻ്റെ ലുബ്ധ് എന്ന് പറഞ്ഞാൽ ഒരാളും മറ്റൊരാളെ അംഗീകരിക്കാത്ത അവസ്ഥ വരും. ഇൻഖിബാദുൽ ഖൽബ്, നീ നിന്റെ ആട മൂപ്പൻ, ഞാൻ എൻ്റെ ആട മൂപ്പൻ, എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ താനാരാ? ഇതിൻ്റെ പേരല്ലേ ഇൻഡിവിജ്വലിസം, വ്യക്തി സ്വാതന്ത്ര്യവാദം. എനിക്ക് 18 വയസ്സായി, 22 വയസ്സായി, ഈ ലോക ഭാഷകൾ അറിയാം, ലോക പരിചയമുണ്ട്, ഡിഗ്രി ജയിച്ചു. ഇനി ഞാനേത് ഡ്രസ് ഇടണ്ടാന്ന്, ആരെ കൂടെ പോകണ്ടാന്ന്, എന്ത് പറയണ്ടാന്ന്, വിവാഹം ചെയ്യണോ ചെയ്യണ്ടേന്ന്, അതിലൊന്നും നിങ്ങളാരും ഇടപെടണ്ട. അത് എൻ്റെത് ഞാൻ തീരുമാനിക്കും. നീ അതിൽ അഭിപ്രായം പറയണ്ട. മറ്റൊരാളും അംഗീകരിക്കാത്തൊരവസ്ഥ, അതിൻ്റെ പേരാണ് ശുഹ്, ഇൻഖിബാദുൽ ഖൽബ് എന്ന് പറയും. അത് ഇതിൻ്റെ കൂടെയുള്ള പ്രകൃതിയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന പ്രതിഭാസമായിരിക്കും. സയഅതി അലന്നാസ് എന്നാണ് പറഞ്ഞത്. മനുഷ്യർക്കിടയിൽ നിങ്ങൾക്കത് കാണാൻ കഴിയും എന്നാണ് ചേർത്ത് വെച്ച് പറഞ്ഞിരിക്കുന്നത് സാദിഖുൽ വഅദുൽ അമീനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഖുർആൻ ശരിയാണ് എന്നും ഹദീസ് ശരിയാണെന്നും കാലം എത്ര മുന്നോട്ട് പോയാലും ആത്യന്തികമായി ഖുർആനും ഹദീസും മുന്നോട്ട് വെക്കുന്ന സിദ്ധാന്തങ്ങളാണ് ബാക്കിയാവുക എന്നും നിഷ്പക്ഷമായി ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു ഭാഗത്തേക്ക് ചാഞ്ഞുകൊണ്ടൊന്നും ആലോചിക്കേണ്ട, നിഷ്പക്ഷമായി ആലോചിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, ഈ ഹദീസിനെ നമ്മൾ എന്താണ് ചെയ്യുക എന്ന്. അങ്ങനെ പറഞ്ഞല്ലോ റസൂലുള്ളാഹി അല്ലേ? 10 മണി 10 കാലായി. അള്ളാഹു നമ്മൾ പറഞ്ഞതും കേട്ടതും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അല്ലാഹുമ്മ ജഅൽ ജമ്മന ഹാദാ ജമ്മൻ മർഹൂമൻ മഖ്ബൂലൻ മർദിയ മുസ്തജാബ ദഅവാതി വമഖദിയൽ ഹാജാത് വതഫറഖന മിൻ ബഅദിഹി തഫറഖൻ മഅസൂമ ലാ തജഅൽ ഫീനാ വലാ മാനാ വലാ മിന്നാ ശഖയ്യൻ വലാ മത്റൂദൻ വലാ മഹ്റൂമ. ധാരാളം ആളുകളിൽ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ടാകും. ഒരു 40 സെക്കൻഡ് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരെ നിങ്ങൾ ഓർമ്മിക്കുക. എൻ്റെ കുടുംബത്തിൽ നിന്നും എൻ്റെ പ്രിയപ്പെട്ടവരിൽ നിന്നും മരണപ്പെട്ടവരെ ഞാനും ഓർമ്മിക്കും. എല്ലാവരുടെ ഹദ്റത്തിലേക്കുമായി വലിയ മുബാറക്കായ ഈ സബിതത്തിൽ നിന്ന് അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس
ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم وصل مثل ثواب ما قرأناه وما قلناه وما قربناه إلى حضرة روح نبينا مصطفى محمد صلى الله عليه وسلم، إلى حضرات سائر من تعلقه به طرق الخير من آبائه وإخوانه من الأنبياء والمرسلين وأزواجه الطاهرات أمهات المؤمنين وأصحابه وأتباعه بإحسان إلى يوم الدين، وأهل الخير كلهم أجمعين، وإلى حضرة خاصة روحي الشيخ العظيم المدفون في هذه البقعة. اللهم انفعنا بهم وبعلومهم وأسرارهم وأنوارهم وبركاتهم في الدارين وفي علينا من فيوضاتهم، وأمدنا بمددهم واحمنا بحمايتهم وانصرنا بنصرتهم يا خير الناصرين. وإلى حضرات سائر من ماتوا من أهلنا وأقاربنا من آبائنا وأمهاتنا وجدنا وجداتنا وعمنا وأماتنا وخالنا وخالاتنا وسائر أقاربنا الموتى خاصة من نبيناهم خاصة من نبيناهم خاصة. اللهم اجمع بيننا وبينهم في دار جناتك النعيم الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا بجميع مغفرتك وارحمنا بأنواع رحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. وآخر دعوانا الحمد لله رب العالمين. أوصيكم بالدعاء. السلام عليكم ورحمة الله وبركاته.